ിക്കുമ്പോൾ വളരെ വൈഡായ വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയാണ് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ സ്ത്രീകൾ, അതുപോലെ തന്നെ ഭാര്യമാരായിട്ട് വരേണ്ട സ്ത്രീകൾ, ഭർത്താക്കന്മാരായിട്ട് വരേണ്ട ആണുങ്ങൾ, അവരുടെ സന്താന പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് ഈ സമയപരിമിതിക്കുള്ളിൽ ഇവിടെ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കത് വേണ്ടതുപോലെ പറയാനും നമുക്കെല്ലാവർക്കും അത് ശ്രദ്ധിച്ച് കേൾക്കാനും ജീവിതത്തിൽ പകർത്തുവാനും പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ കോഡ് ഓഫ് ലൈഫ് ആണ്. മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഈ പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വ്യക്തികളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ആല ഇമ്രാനിന്റെ 33-ാമത്തെ വചനത്തിൽ പ്രഖ്യാപിക്കുകയാണ്. രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞതുപോലെ രണ്ട് ഫാമിലിയുടെ പേരും പറഞ്ഞു. ആ രണ്ട് വ്യക്തികളിൽ ഒന്ന് അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ. രണ്ടാമത്തെ വ്യക്തി ഉലുൽ അസ്മിൽ വളരെ പ്രധാനിയായ സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ. രണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഫാമിലി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുണ്യ ഹബീബ് അടങ്ങുന്ന കുടുംബ പരമ്പരയാണ്. മറ്റേ ഫാമിലി എന്ന് പറഞ്ഞാൽ സയ്യിദുന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ക്രൈസ്തവ സമൂഹം അവരുടെ കർത്താവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന രീതിയിൽ സയ്യിദുന ഈസ നബി അലൈഹിസ്സലാമിനെ ത്രിയേകത്വത്തിൽ ഒരുവനായി കണക്കാക്കപ്പെട്ടപ്പോൾ കേവലം അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന വിശ്വാസത്തിൽ ഈമാൻ കാര്യം 6-ാമത്തതിൽ അള്ളാഹു നമുക്ക് വിശ്വസിക്കാനായിട്ട് നൽകിയ ആ മഹാപ്രവാചകന്റെ കുടുംബമടങ്ങുന്ന ഇമ്രാൻ ഫാമിലിയാണ് രണ്ടാമത്തെ കുടുംബം. നമ്മുടെ വിഷയം ഇന്ന് ദമ്പതികളാണ്. ഒരു ഫാമിലിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്, ഭർത്താവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫാമിലി ലൈഫ് എവിടെ നിന്നാണ് നമുക്ക് ആരംഭം കുറിച്ചത്? ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഹദീസിൽ വളരെ വ്യക്തമായി, ഒരുപക്ഷെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ രാജ്യം സ്വതന്ത്രമായത് മുതൽ നമ്മളെല്ലാവരും ഒരുപാട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹദീസാണ്. നായികക്ക് 400 വട്ടം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹദീസാണ്. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വരാജ്യത്തോടുള്ള സ്നേഹം അത് ഈമാനിന്റെ ഭാഗമാണ്. ഏതാ ഈ സ്വരാജ്യം? നമ്മൾ അധിവസിക്കുന്ന സ്വന്തം രാജ്യം ഏതാ? സ്വരാജ്യം എന്ന് പറഞ്ഞാൽ അവർ ഓൺ കൺട്രി. ഏതാണ് ഈ അവർ ഓൺ കൺട്രി? ഇസ് ഇറ്റ് വിരിപ്പാടം? അത് വിരിപ്പാടമാണോ? അല്ല. അത് ഊർക്കടവാണോ? അല്ല. ഇതടങ്ങുന്ന മലപ്പുറം ജില്ലയാണോ? അല്ല. ഇതെല്ലാം അടങ്ങുന്ന കേരളമാണോ? ഈ സംസ്ഥാനങ്ങളെല്ലാം അടങ്ങുന്ന ഇന്ത്യയാണോ? അല്ല. ഒരുപക്ഷെ അതിന് നേരിട്ട് അങ്ങനെ അർത്ഥം വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദലീലുൽ ഫാലിഹീൻ എന്ന കിതാബിൽ, റിയാദുസ് സാലിഹീനിന്റെ ശറഹിൽ വളരെ വ്യക്തമായി ഒരു അർത്ഥം ഇതിന് കൽപ്പിക്കപ്പെട്ടതായിട്ട് കാണാം. അൽ വതൻ ഐ അൽ ജന്ന. യഥാർത്ഥത്തിലുള്ള നമ്മുടെ സ്വരാജ്യം അത് സ്വർഗമാണ്. സ്വർഗലോകത്തിൽ നിന്നാണ് നിന്റെ പിതാവ് വന്നത്, നിന്റെ മാതാവ് വന്നത്. ആദം വ ഹവ്വ, ആദ്യത്തെ ദമ്പതികളും അവർ തന്നെ. ഫാമിലിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് അത് സ്വർഗമാണ്. വന്നയിടത്തേക്ക് തിരിച്ചു പോകാനല്ലേ നമ്മളെല്ലാവരും തീരുമാനിക്കുക. അങ്ങനെയല്ലേ നമ്മുടെ മനസ്സ് വേണ്ടത്? വന്നയിടത്തേക്ക് തിരിച്ചു പോകണം. അതാ ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ. എവിടെന്നാ വന്നത്? സ്വർഗലോകത്തിൽ നിന്നാ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, പരിശുദ്ധ ഖുർആൻ എന്തൊരു രസകരമായിട്ടാണ് കൗടുംബിക ജീവിതത്തിന്റെ, ഫാമിലി ലൈഫിന്റെ ഏറ്റവും പരമപ്രധാനമായ വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറഞ്ഞുകൊണ്ട് സൂറത്തുർ റൂം 21-ാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم.
ഓക്കെ ആശിക കേട്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. പരിശുദ്ധ ഖുർആനിൽ റൂം സൂറത്തിന്റെ 21-ാം ആയത്തിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാന ജല്ല ജലാലുഹു, അല്ലാഹുവിന്റെ ഗംഭീരമായ ദൃഷ്ടാന്തങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ട് പറയുന്ന കൂട്ടത്തിലാ ഇത്. അല്ലാഹു തആല പറയുന്നത് ആകാശങ്ങളെ പടച്ചതിലുള്ള അത്ഭുതം, ഭൂമിയെ പടച്ചതിലുള്ള അത്ഭുതം, കരകളെ പടച്ചു, കടലുകളെ പടച്ചു അവൻ, അതിലുള്ള അത്ഭുതം, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, ഭാഷയിലുള്ള വൈവിധ്യങ്ങളിലുള്ള അത്ഭുതം, ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ് ആണിനെയും പെണ്ണിനെയും ഇണകളായി പടച്ചതിന്റെ മഹാത്ഭുതം, ഗ്രേറ്റസ്റ്റ് മിറാക്കിളായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഭയങ്കര സംഭവല്ലേ? അള്ളാഹ് എങ്ങാനും നമ്മളെ ഇണകളാക്കിയത് ആണിനെ എരുമയെ ഇണയാക്കിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? സുബ്ഹാന ജല്ല ജലാലു. ഒരാണിന് പട്ടിയാണ് ഇണയെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു പെണ്ണിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അത് കാളയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു പെണ്ണിന്റെ ഹസ്ബൻഡ് നായയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് മിൻ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ഈ ജിൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഇണകളെ പടച്ചു തന്നില്ലേ? അതൊരു വലിയ അത്ഭുതമാണ്. അല്ലാഹു അങ്ങനെയാണ് അതിനെ നമ്മോട് പഠിപ്പിക്കുന്നത്. മിൻ അൻഫുസിക്കും, അതിന് രണ്ട് മീനിങ് നമുക്ക് കൽപ്പിക്കാവുന്നതാ. ഒന്ന് ശരീരം. ശരീരം എന്ന് പറയുമ്പോൾ അവിടെ ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് മാനവിക സമുദായം മൊത്തമുണ്ടായി എന്ന സങ്കല്പമാണ് അവിടെ. രണ്ടാമത്തെ അർത്ഥമാണെങ്കിലോ അവിടെ നമുക്ക് കൽപ്പിക്കാൻ സാധിക്കും മനസ്സ്. നഫ്സിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ടല്ലോ. മനസ്സ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ വിഷയത്തിന്റെ പരിപൂർണത ഉണ്ടാകുന്നത്. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇവിടെ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ദമ്പതിമാർ എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവുമാ. ഈ ഫാമിലി കോൺസെപ്റ്റ് വളരെ ചിന്തോദ്ദീപകമാണ്. നഫ്സിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാ ആണിലും അല്ലാഹു XY ക്രോമസോമിൽ നിന്നാ മനുഷ്യനെ പടക്കുന്നത്. അങ്ങനല്ലേ? 46 ജോഡി എന്ന് പറയാം, 23 പേഴ്സ്. ഈ 23 പേഴ്സ് ജോഡി എന്ന് പറയുമ്പോൾ 46 അതിൽ XY ക്രോമസോംസ് ആണ്. ഇതിൽ ആണ് പെണ്ണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലിംഗം തിരിക്കുന്നത് ആണായിട്ട് പെണ്ണായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായിട്ട് തിരിച്ച് സംവിധാനിച്ചു. ഇവിടെ നമ്മൾ ആലോചിക്കണം, ആണിൽ പെണ്ണിന്റെ ഭാവമുണ്ട്. പെണ്ണിന് പെണ്ണത്തം കൊടുക്കുന്നത് ഈസ്ട്രോജൻ ഹോർമോണാ, ആണിന് ആണത്തം തരുന്നത് ആൻഡ്രോജൻ ഹോർമോണാ. എന്നാൽ പെണ്ണിൽ ആൻഡ്രോജൻ ഹോർമോൺ ഉണ്ട് ചെറിയ തോതിൽ, ആണിൽ ഈസ്ട്രോജന്റെ ചെറിയ അംശമുണ്ട്. എന്നാൽ ഇത് എങ്ങനെയാ പ്രകടമാകുന്നത്? ഭാര്യ ഭർത്തൃ ബന്ധം, ദമ്പതിമാർ മനസ്സ് ഇണങ്ങുന്ന അവസ്ഥയിലാകുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് എത്രമാത്രം ചിന്തോദ്ദീപകമാ. ഒരു ആണിന്റെ സ്ത്രൈണ ഭാവമാണ് പെണ്ണ്, ഒരു പെണ്ണിന്റെ പൗരുഷ ഭാവമാണ് അവന്റെ ആണ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു പെണ്ണൊരു തെറ്റ് ചെയ്താൽ അത് യഥാർത്ഥത്തിൽ ഒരു ആണ് ഒരു തെറ്റ് ചെയ്താൽ എന്താ അതിന്റെ അർത്ഥം? ഭർത്താവിന്റെ മനസ്സ് ആണ് യഥാർത്ഥത്തിൽ ഭാര്യ, ഭാര്യയുടെ മനസ്സ് ആണ് യഥാർത്ഥത്തിൽ ഭർത്താവ്. അപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്താൽ, അങ്ങനെ ഒരു ഭാര്യ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ഉത്തരവാദി ആര് തന്നെയാണ്? ഭർത്താവ് തന്നെയാണ്. അങ്ങനെയാണ് ഈ ആയത്ത് കൊണ്ടുവരിക. ഭർത്താവ് ഒരു തെറ്റ് ചെയ്താൽ അതിന് ഉത്തരവാദി ഭാര്യ തന്നെയാ. എന്തുകൊണ്ട്? മനസ്സാണല്ലോ സങ്കല്പം. ഈ മനസ്സ് അങ്ങനെയാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ ബാക്കിൽ പറഞ്ഞ വിഷയമോ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുക. ഈ ദാമ്പത്യ ജീവിതത്തിന്റെ സുഹൃതത്തിൽ വളരെ പരമപ്രധാനം ലവ് എന്ന് പറയുന്നതാണ്. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. ആ സ്നേഹം വളരെ പരമപ്രധാനമാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മവദ്ദത്ത് എന്ത്, റഹ്മത്ത് എന്ത്. ഖുർആൻ എപ്പോഴും പ്രശ്നം പറഞ്ഞിട്ടല്ല പരിഹാരം പറയാ. ആദ്യം പരിഹാരം പറയും അല്ലേ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നം പറയും. അഊദു ബികലിമാതില്ലാഹ് താമ്മാതി
മിൻ ശർരി മാ ഖലഖ്. ആദ്യം പരിഹാരം അഊദു ബികലിമാത്തില്ലാഹ്, അല്ലാഹുവിന്റെ കലിമാത്തുകളാണ് പരിഹാരം. എന്തിന്? ശർറു മാ ഖലഖ, റബ്ബ് പടച്ചു വെച്ച എല്ലാത്തിന്റെ ശർറിനെ തൊട്ടും കാവൽ ചോദിക്കപ്പെടാൻ. ആ ശർറിന്റെ കാവൽ എന്ന് പറഞ്ഞാൽ കാവൽ അള്ളാഹുവിന്റെ കലിമാത്തുകളാണ് അതിന്റെ കാവൽ ചോദിക്കേണ്ടത്. പരിഹാരം ആദ്യം പറഞ്ഞു, പിന്നെ പ്രശ്നം പറഞ്ഞു. നമുക്ക് നോക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ, മവദ്ദത്ത് എന്താണ്, റഹ്മത്ത് എന്താണ് എന്ന ചർച്ചയിൽ മവദ്ദത്തും റഹ്മത്തും പരിചയപ്പെടുമ്പോൾ സ്നേഹത്തിന് 10 തലങ്ങളുണ്ടെന്നാണ് കിതാബുകളിൽ കാണാം. സ്നേഹത്തിന് 10 തലങ്ങളുണ്ട്. ആ 10 തലങ്ങളിൽ വളരെ പരമപ്രധാനമായ ഒന്നാമത്തെ തലമാണ് ഇൽഫ. ഒന്നാമത്തെ തലമാണ് ഇൽഫ. എന്താണ് ഇൽഫത്ത്? വലിയമാരെ നമുക്കറിയാം, നമ്മുടെ നിക്കാഹിന്റെ ഖുത്ബ കഴിഞ്ഞ് ഉസ്താദുമാര് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ അല്ലാഹുവേ അൽലിഫ്, നീ ഇൽഫത്ത് കൊടുക്കണേ യാ അല്ലാഹ്. ആർക്കിടയിൽ? ബൈന ഹാദൈനി സൗജൈൻ, ഈ ദമ്പതിമാർക്കിടയിൽ അല്ലാഹ്. കമാ അല്ലഫ്ത ബൈന ആദമ വഹവ്വ, ആദമിനും ഹവ്വക്കും ഇടയിൽ നീ ഇൽഫത്ത് കൊടുത്ത പോലെ ജല്ല ജലാലുവായ അല്ലാഹുവേ ഇവർക്കിടയിലും നീ ഇൽഫത്ത് കൊടുക്കണേ അല്ലാഹ്. ഗൾഫാർക്ക് പറ്റിയൊരു ആയത്തായത്. എന്താ സംഭവം? വലിയൊരു വിദേശ യാത്രയിലായിരുന്നല്ലോ ദമ്പതിമാരായിട്ട് കഴിഞ്ഞ ആദം നബി അലൈഹി സ്വലാമും ഹവ്വായും വേർപിരിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. എങ്ങനെ വേർപിരിഞ്ഞു? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ ശ്രീലങ്കയിലെ ദജ്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറക്കിയത്. ശ്രീലങ്കയിലെ ദജ്ന, മഹാനായ ആദം നബിയുടെ ഭാര്യയായ ഹവ്വാ ഉമ്മായ സൗദി അറേബ്യയിലെ ജദ്ദയിലും. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ഉമ്മായ അന്വേഷിച്ചുകൊണ്ട് നടന്ന് 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 സൗദി അറേബ്യയിൽ എത്തിയതാണ്. അതുകൊണ്ട് നമ്മൾ പെണ്ണ് കാണാന്ന് പറഞ്ഞാൽ ആണ് കാണൽ പരിപാടി ഇല്ലല്ലോ. പെണ്ണിനെ കാണാൻ അങ്ങോട്ടാ പോവാ, പെണ്ണ് കാണലാണ്. പെണ്ണിനെ തെരഞ്ഞുകൊണ്ട് ആദം നബി നടന്നു. പരിശുദ്ധനായ ആദം നബി അലൈഹിസ്സലാം ഇന്ന് നേരെ ഉൾട്ടയാണ്. ഇന്ന് കുട്ടികൾ ഇങ്ങോട്ട് വാട്സപ്പ് മുഖേന ഇങ്ങോട്ടാ ആണന്വേഷിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അത് പ്രകൃതിക്കെതിരാ. ആണ് പെണ്ണിനെ തേടലാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ആ പെണ്ണ് കാണൽ ചടങ്ങ്, ആണാണ് പെണ്ണിനെ അന്വേഷിക്കേണ്ടത്. ദമ്പതികളിൽ ആണ് പെണ്ണിനെ തേടണം. അതാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തന്റെ ഇണയായ ഹവ്വാ ഉമ്മായത്തെ തെരഞ്ഞ് സൗദി അറേബ്യയിലെ ജിദ്ദയിലെത്തിയത്. സുബ്ഹാനല്ലാഹ്, സൗദിയിലെ ജിദ്ദയിൽ കിതാബിൽ കാണാം, അതെങ്ങാനും റൂട്ട് തെറ്റിയിട്ട് അങ്ങോട്ട് പോകേണ്ടുന്നതിന് പകരം ഇങ്ങോട്ട് പോയിരുന്നുവെങ്കിൽ ഹത്തൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആദം നബിയും ഹവ്വാ ഉമ്മയും ബന്ധിക്കുമായിരുന്നില്ല. അവർ ഇണകളാകുമായിരുന്നില്ല, അവർ ദമ്പതികളാകുമായിരുന്നില്ല. കാരണം എന്താ? ഇൽഫത്ത്. അവിടെ അല്ലാഹു തആല റൂട്ട് തെറ്റിച്ചില്ല. ഇൽഫത്ത് എന്ന ബന്ധമാണ് അത്ര അതിന് കാരണം. അങ്ങനെയാണ്. കാരണം സ്വർഗത്തിൽ അവർ ഇൽഫത്തോടുകൂടി കഴിഞ്ഞവരാ. ആ ഒരു ഇൽഫത്ത് പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഇൽഫ. ഇത് തന്നെയാണ് മാതാവിലും കുട്ടിയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമ്മയിലും മക്കളിലും കാണുന്ന ബന്ധം ഇതാ. ഒരു മാതാവ് കുട്ടിയെ തൊട്ടിലിൽ കിടത്തിയിട്ട് മാതാവ് പോയതാ. മാതാവ് എവിടത്തേക്കാ പോയത്? ആധാർ കാർഡ് ശരിയാക്കാനാ. നോക്കുമ്പോൾ വായക്കാട് സ്കൂളിന്റെ അവിടുക്കാ പോണ്ടിയായിരുന്നു. ആണ്ട് പോയി. എത്ര കിലോമീറ്റർ? 2-3 കിലോമീറ്റർ അപ്പുറം പോയതാ. കുട്ടി ഇവിടെ വിരിപ്പാടത്താണ്, അല്ലെങ്കിൽ ചൂരപ്പട്ടയിലാണ്, അല്ലെങ്കിൽ ഉർക്കടവാണ്. പക്ഷെ കുട്ടി തൊട്ടിലിൽ നിന്ന് കരയുന്നു. ആ സമയത്ത് ഉമ്മയുടെ മുലയിൽ പാലിറങ്ങുന്നു. എന്തേ കാരണം? ഇത് ഇൽഫത്തിന്റെ ബന്ധമാണ്. ഇതുണ്ടാകുമ്പോൾ അത് സംഭവിക്കുമെന്ന് കിതാബിൽ കാണാം. അല്ലാഹുമ്മ അൽഇഫ് ബൈന ഹാദൈനി സൗജൈൻ കമാ അല്ലഫ്ത ബൈന ആദമ വഹവ്വാ. ഇതാണ് ഇൽഫത്ത്. എന്നാൽ ഇത് സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ്. കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടവരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രിയേഷൻ നടത്തിയപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഹ്യൂമൻ ക്രിയേഷനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇഖ്റ, read in the name of your Lord who created.
നിന്നെ പടച്ച ദൈവം സുബ്ഹാനല്ലാഹ്, പടച്ച ദൈവം എങ്ങനെ പടച്ചു? From അല്ലാഹു തആല പടച്ചത് മിൻ അലഖിൻ, from a clot of blood, അല്ലെങ്കിൽ leech like substance. യൂസുഫ് അലിം പിക്താളും ഇതിന് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് leech like substance. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് മാത്രമല്ലേ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ വന്നത്? എന്താ leech like substance എന്ന് പറഞ്ഞാൽ? അട്ടയെ പോലെ ഒട്ടി നിൽക്കുന്ന ഗർഭപാത്രത്തിൽ കുട്ടി തൂങ്ങി നിൽക്കുകയാ ചെയ്യുന്നത്. എങ്ങനെ അർത്ഥം വെച്ചാലും അത് ശരിയാ, എങ്ങനെ അർത്ഥം വെച്ചാലും ശരിയാ. ഈയിടെ ഒരു നല്ല തമാശ കേൾക്കാനിടയായി. CELL എന്ന് പറയുന്ന ഒരു വാക്ക്, സെൽ. ബയോളജിന്റെ സാറ് വന്നിട്ട് ഒന്നാമത്തെ ക്ലാസ് എടുക്കുക. ബയോളജിന്റെ ടീച്ചറെ കേട്ട് ബയോളജിന്റെ ടീച്ചർ ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. മക്കളെ, സെൽ എന്ന് പറഞ്ഞാൽ അത് കോശമാണ്. ആ കോശം അങ്ങനെയാണ്, എങ്ങനെയാണ്, കോശത്തിനുള്ളിൽ RNA DNA ഒരുപാട് 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 വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ടീച്ചർ. ഒന്നാമത്തെ പീരീഡ് കഴിഞ്ഞ് രണ്ടാമത്തെ പീരീഡാ നോക്കുമ്പോൾ രണ്ടാമത്തെ പീരീഡിൽ ടീച്ചർ മാറി. രണ്ടാമത്തെ പീരീഡിൽ വരുന്ന ടീച്ചർ അത് ഫിസിക്സിന്റെ ടീച്ചറാണ്. ടീച്ചർ വന്നിട്ട് പറഞ്ഞു, മക്കളെ, സെൽ എന്ന് പറഞ്ഞാൽ അത് ബാറ്ററിയാണ്. ബാറ്ററി, ബാറ്ററി നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര എത്ര സെല്ലുകൾ. അങ്ങനെ ബാറ്ററിയെ കുറിച്ച് ഒരുപാട് ക്ലാസ് ഒക്കെ എടുത്ത് ആ പീരീഡ് കഴിഞ്ഞ് ഇന്റർവെല്ല് കഴിഞ്ഞാൽ അടുത്ത പീരീഡ് കുട്ടികൾ മൂത്രം കഴിച്ച് ക്ലാസ്സിലേക്ക് അടുത്ത പീരീഡ് ഇങ്ങോട്ട് വന്നതാ. അപ്പം നോക്കുമ്പോൾ ആ സമയത്ത് എക്കണോമിക്സിന്റെ സാറാ കയറി വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. സ്പെല്ലിംഗ് തീരെ നോക്കാൻ കഴിയാത്ത കുട്ടിയാ, അതിന് സ്പെല്ലിംഗ് S ആണ്, അത് വേറെ വിഷയം. പക്ഷെ പ്രൊനൗൺസിയേഷൻ സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കലാണ്, ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങലാണ്. ക്രെഡിറ്റും ഡെബിറ്റും എല്ലാം വാദവരാതെ ക്ലാസ് എടുത്തു കഴിഞ്ഞ് സാർ ഇറങ്ങിപ്പോയി. അടുത്ത പീരീഡ് നോക്കുമ്പോൾ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയുടെ സാറ് വന്നിട്ട് പറയാ, 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് 1857 ഇവിടെ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റവല്യൂഷൻ തുടങ്ങിയത് അന്നാണ്. അന്ന് മുതൽ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ച് നമ്മുടെ മലബാറിൽ നിന്നൊക്കെയുള്ള ആളുകളെ, എത്ര ആളുകളെയാണ് സെല്ലുകളിൽ അടക്കിയിരിക്കുന്നത്. സാറേ, സെല്ലെന്ന് പറഞ്ഞാൽ അത് ജയിലുകൾ. അർത്ഥം പിന്നെ മാറുകയാണ്. ഈ കുട്ടി ടോട്ടലി കൺഫ്യൂസ്ഡ്. ഇങ്ങനെ ഇരിക്കുകയാണ്. സെല്ലിന്റെ അർത്ഥം പിന്നെ മാറി. ഈ നിൽക്കുന്ന അവസ്ഥയിൽ അവസാനം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിർത്തിപ്പോയപ്പോൾ ഏതാനും ഒരു തലിമ്പാലില്ലാത്ത സൈസാണ്. അങ്ങനെ ഉണ്ടല്ലോ, ക്ലാസ്സിന്റെ എപ്പോഴും ബാക്കിൽ ബെഞ്ചിലിരിക്കുന്ന ജാതി. അവൻ ക്ലാസ്സിൽ നിന്ന് പോയപ്പോൾ മനസ്സിലായി സെല്ല് എന്ന് പറഞ്ഞ മൊബൈൽ ഫോണാണ്. ചുരുക്കി പറഞ്ഞാൽ CELL. ഈ വാക്കിൽ ആകെപ്പാടെ കൺഫ്യൂഷൻ. പരിശുദ്ധ ഖുർആൻ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് എന്തർത്ഥം വെച്ചാലും അത് അവിടേക്ക് സ്യൂട്ടബിൾ ആണ്. That is Holy Quran. That is the greatness. That is the miracle of Holy Quran. അതാണ് ഖുർആന്റെ മിറാക്കിൾ. ഗംഭീരമല്ലേ? അലഖ്, ഉമ്മ ഗർഭം ധരിക്കുന്ന അവസ്ഥയിലുള്ള ഫീറ്റസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പരിശുദ്ധ ഖുർആൻ. അലഖ്, ലീച്ച് ലൈക്ക് സബ്സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ അത് അട്ടയെ പോലെ തൂങ്ങി നിൽക്കുന്നത് എന്നാണ്. ഗർഭപാത്രത്തിൽ കുഞ്ഞിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇനി ഇത് രക്തപിണ്ഡം എന്ന് വെച്ചാൽ റിയലി അത് ക്ലോട്ട് ഓഫ് ബ്ലഡ് ആണ്, അത് രക്തപിണ്ഡം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇന്നൊക്കെ സ്കാനിങ്ങിലൂടെ നമുക്ക് വിവരങ്ങൾ മനസ്സിലാവും. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറഞ്ഞ MRI സ്കാനിങ്, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ടൊമോഗ്രഫി എന്ന് പറഞ്ഞ CT സ്കാനിങ്, അതിന് തൊട്ട് മുമ്പുള്ള എക്സ്റേ എന്ന് പറഞ്ഞ 1895 റോൺസൺ കണ്ടെത്തിയ എക്സ്റേ സംവിധാനം. എങ്ങനെ നമ്മൾ നോക്കിയാലും എല്ലാം ഇന്ന് ആന്തരിക അവയവങ്ങളെ പിക്ചറൈസ് ചെയ്യാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട്. അത് വെച്ച് നോക്കിയാൽ എന്താ മനസ്സിലാവുന്നത്? 3 അറകളിലാണ് അല്ലാഹു തആല മനുഷ്യനെ പടച്ചത് എന്നാണ്. 3 ഡാർക്ക്നെസ്, 3 ഡാർക്ക്നെസ്. ഏതായി 3 ഡാർക്ക്നെസ്? ഈ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇരുൾ, എക്സ്റ്റേണൽ ബെല്ലി, പുറത്ത് കിടക്കുന്ന ഉമ്മയുടെ പള്ള. ഈ പള്ളയാണ് ഒന്ന്. നമ്മൾ ഉമ്മാന്റെ പുറത്തുള്ള ഈ പള്ള എന്ന് പറയുന്നത് ഒരു ആവരണമായിരുന്നു. രണ്ടാമത്തെ ഇരുട്ടറ എന്ന് പറയുന്നത് യൂട്രസ് അല്ലെങ്കിൽ വൂംബ് എന്ന് പറയുന്ന ഗർഭപാത്രം, അതും മറ്റൊരു ഇരുട്ടറയാണ്. അതിനകത്ത് മറ്റൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ആംനിയോ കൊറിയോണിക് വാൾ എന്നാണ്. ആംനിയോ കൊറിയോണിക് വാൾ, അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. എന്താണ് ഈ ഇൽഫത്ത് എന്ന് പറഞ്ഞാൽ? ആംനിയോ എന്ന് പറഞ്ഞാൽ ആംനിയോറ്റിക് ഫ്ലൂയിഡ്. ആംനിയോറ്റിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീന്താനും ഫ്ലെക്സിബിലിറ്റി കൊടുക്കാനായിട്ട് ഒരു ദ്രവം, ഒരു കൊഴുപ്പുള്ള വെള്ളം, നമ്മൾ മറുക്കുട്ടി എന്നൊക്കെ പറയും, പ്രസവിച്ചതിന് ശേഷം വരുന്ന ആ ഒരു സ്ഥലം, ആ കൊഴുപ്പുള്ള അതൊരുമിച്ച് വരുന്നതിനെയാണ് ആംനിയോറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുക. ഇതടങ്ങുന്ന ആംനിയോ കൊറിയോണിക് വാൾ എന്ന 3ാമത്തെ സ്ഥലം. ഇതിനകത്താ മനുഷ്യന്റെ കുഞ്ഞുണ്ടായിരുന്നത്. ഫീറ്റസ് ഇതിനകത്തായിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ
ഇൽഫത്തിനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. മവദ്ദത്ത് വേണം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, റഹ്മത്ത് വേണം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ. അതിന് മുമ്പുണ്ടാകേണ്ട ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇൽഫത്ത് എന്ന് പറയുന്ന സ്റ്റേജ്. ഇതെവിടുന്നാ കണക്ഷൻ ആകുന്നത്? ഈ കണക്ഷൻ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നതാണ് പ്രശ്നം. ഇന്ന് നമുക്കറിയാലോ, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഡാറ്റ എല്ലായിടത്തേക്കും എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇന്ന് നമുക്ക് വളരെ ഫാസ്റ്റ് ആൻഡ് സ്പീഡി ടെക്നോളജിയുടെ മേഖലകളിൽ ഏറ്റവും സ്പീഡായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് OFC എന്ന് പറയുന്ന ഓപ്റ്റിക് ഫൈബർ കേബിളുകളാണ്. ഒരുപക്ഷെ CDMA ടെക്നോളജിയിലാണ് ഇത് ആദ്യം വന്നത്. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്ന CDMA ടെക്നോളജി, അതായത് റിലയൻസ്, ടാറ്റ എന്നിത്യാദി കമ്പനികളാണ് ആദ്യം CDMA ടെക്നോളജി യൂസ് ചെയ്തത്. എന്നാൽ ഐഡിയ, അതുപോലെ തന്നെ വോഡഫോൺ, അതുപോലെ BSNL ഇവരൊക്കെ നേരത്തെ തന്നെ യൂസ് ചെയ്യുന്ന GSM ടെക്നോളജി, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽസ് എന്ന് പറയുന്ന ടെക്നോളജി. ഇവിടെ CDMAയിൽ ഡാറ്റ സ്പീഡാണ്. ഈ ഡാറ്റ സ്പീഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നോളജിയുടെ പേരാണ് OFC. നമ്മൾ പോകുന്ന സമയത്ത് സർവേരി കല്ലുമ കാണും OFC, ഓപ്റ്റിക് ഫൈബർ കേബിൾ. ശരി, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ എത്ര സ്പീഡുള്ള സാധനമുണ്ട്. എന്നാൽ മനുഷ്യന്റെ മനസ്സുകൾ തമ്മിൽ അടുപ്പിക്കാനായിട്ട് വല്ല കേബിളും ഇന്ന് ലോകത്ത് കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല, നെവർ, ഇതുവരെ ഇല്ല. എന്നാൽ അള്ളാഹു അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് പൊക്കിൽ കൊടി എന്ന് പറയുന്ന ഒരു കേബിൾ ഉണ്ട്. മാഷാ അല്ലാഹ്, ഈ കേബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതാ. എന്തായി ആംനിയോ കൊറിയോണിക് എന്ന് പറഞ്ഞാൽ പൊക്കിൽ കൊടിയോടുള്ള ബന്ധമാണ്. ഈ പൊക്കിൽ കൊടി ബന്ധത്തിലൂടെ എന്താ സംഭവിക്കുക? ഉമ്മ എന്താണോ ചിന്തിക്കുന്നത് അത് കുട്ടി ചിന്തിക്കും. ഉമ്മയുടെ സ്വഭാവം എന്താണോ അത് കുട്ടിയിൽ വരും. എല്ലാം അങ്ങനെയാണ്. ആ ഇൽഫത്ത്, സുബ്ഹാനല്ലാഹ്, അത് നമുക്കിവിടെ ഒന്ന് വിശദമായിട്ട് ചർച്ചയ്ക്ക് നമ്മൾ എടുക്കുകയാണ്. അപ്പോ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഇൽഫത്ത് വേണം, മവദ്ദത്ത് വേണം, റഹ്മത്ത് വേണം എന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താ? 3 ലക്ഷ്യങ്ങളാണ് പ്രധാനം. ദാമ്പത്യത്തിന്റെ പ്രധാന ലക്ഷ്യം 3. 1 ഇബ്ഖാഉൻ നസ്ലി, പരമ്പര അവശേഷിക്കൽ. 2 കസ്റു ശഹ്വ ബിതരീഖിൽ ഹലാൽ, ഹലാലായ രീതിയിലൂടെ വൈകാരിക ബന്ധങ്ങൾ ശമിപ്പിക്കുക. 3 തലബു തബറുകി ബിദുആഇ വലദിസ് സാലിഹ്, സ്വാലിഹായ മക്കൾ ഉണ്ടാകണമെന്ന് കൊതിക്കുകയും അവരുടെ പ്രാർത്ഥന വല്ലാതെ ആഗ്രഹിക്കുകയും ചെയ്യുക. ഈ 3 ലക്ഷ്യങ്ങളാണ് ദാമ്പത്യത്തിന് പിന്നിലുള്ളത് എന്ന് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുകയാണ്. ഈ 3 ലക്ഷ്യങ്ങളിൽ 3 വളരെ പരമപ്രധാനമാണ്. നമുക്ക് ആലോചിക്കാം, ഇവിടെ ഗർഭധാരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രജനന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത്, ഞാനിപ്പോൾ എൻ്റെ പ്രിയങ്കരനായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് തലവനെ വിളിച്ചിട്ടാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ശേഖരിച്ചത്. 20 ദശലക്ഷം ജന്തുക്കൾ ഇന്ന് പ്രപഞ്ചത്തിൽ, സുവോളജിയിൽ നമുക്കങ്ങനെയാണ്. ഓരോന്നുമില്ലേ, ഇപ്പതാ ഈ പ്രാണികൾ, ഇതൊക്കെ ഓരോ ജന്തുക്കളാണ്. ഇതിനെ പറയുക എൻഡമോളജി എന്നാണ്. എൻഡമോളജി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പ്രാണികളെ കുറിച്ച് പഠിക്കുന്ന പഠനങ്ങളാണ്. നമ്മൾ നേരെ ബാക്കിലുണ്ട് പുഴയിലൂടെ മത്സ്യങ്ങൾ, ഇക്തിയോളജി. അതുപോലെ തന്നെ ഒരുപാട് പക്ഷികൾ, പറവകൾ, ഓർണിതോളജി. ഇഷ്ടംമാതിരി ഡിപ്പാർട്ട്മെന്റ്സ് സുവോളജി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ശരി, ഈ ഡിപ്പാർട്ട്മെന്റ്സിലൂടെ പഠന വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും 20 ദശലക്ഷം ജന്തുക്കളിൽ ഇവരുടെ പ്രജനന പ്രക്രിയ അത്ഭുതമാണ്. അതിൽ ഈൽ എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. 4000 ചില്ലാനം കിലോമീറ്റർ കടലിൽ അവ ഇങ്ങനെ സഞ്ചരിക്കുക, കടലിലൂടെയും കരയിലൂടെയും ഒക്കെ. ഭയങ്കര അത്ഭുതമാണ് ജീവി ലോകം. ഇവർക്ക് പ്രജനനത്തിന് പ്രത്യേക ടൈം കാണാൻ കഴിയും. കോമൺ ആയിട്ട് അങ്ങനെയാണ്. അതിന് വിരുദ്ധവുമായിട്ടുണ്ടാകാം. ഉദാഹരണം മത്തി, ചാള, അതുപോലെ കോലി, നമ്മൾ സ്ഥിരം കാണുന്ന അയില എന്നിത്യാദി മീനുകൾ ഗർഭം ധരിക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. അതുകൊണ്ട് അന്ന് പറയും ഗവൺമെന്റ് ട്രോളിംഗ് നിരോധിച്ചിരിക്കുന്നു. അല്ലാണ്ട് കടലിൽ വെള്ളം കൂടിയത് കൊണ്ടല്ല. മത്സ്യങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങൾ അന്ന് ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് അവരെ പിടിച്ചു കൊണ്ടുപോകരുത്. പാവം ചെറു കുഞ്ഞു മീനുകളാണ്, അവർ വളർന്നോട്ടെ. അതുകൊണ്ടാണ് ട്രോളിംഗ് ബാൻ ചെയ്യുന്നത്. ഇത് ജൂൺ ജൂലൈ മാസത്തിലാണ്. അത് കടലിലെ അവസ്ഥയാണ്. പട്ടികൾ പ്രസവിക്കുന്നത് കന്നിമാസത്തിലാണ്. അധികം അങ്ങനെയാണ്, കോമൺ ആയിട്ട് അങ്ങനെയാണ്. അതിനൊക്കെ ഒരു ടൈം അല്ലാഹു തആല കണക്കാക്കി. മനുഷ്യൻ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ കുട്ടികൾ വേണ്ട എന്ന ചിന്തയോടുകൂടി ലൈംഗിക വികാരം ശമിപ്പിക്കുന്ന ഒരേ ഒരു ജന്തു പ്രപഞ്ചത്തിൽ 20 ദശലക്ഷം ജന്തുക്കളിൽ ഓൺലി മനുഷ്യൻ മാത്രം. ഈ ബന്ധത്തിലൂടെ കുട്ടികൾ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ബന്ധം ഭാര്യയുമായിട്ട്
ലൈംഗികമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നത് മനുഷ്യർ മാത്രമാണ് എന്നാണ് ജീവശാസ്ത്രം പറയുന്നത്. ഇനി നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഇൽഫത്ത് എന്ന് പറയുന്ന സാധനത്തിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ്. ഉമ്മയുമായിട്ടുള്ള ബന്ധം ഇൽഫത്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഇൽഫത്ത് അല്ലാഹു തആല സ്ഥാപിക്കുന്നത് പൊക്കിൽ കൊടിയിലൂടെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഇൽഫത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടാകാനുള്ള കാരണം എന്താ? ഒന്ന് മുലയൂട്ടലാണ്. ഇൽഫത്തിന്റെ ബന്ധം അത് സുപ്രധാന ഘടകം മുലയൂട്ടലിലൂടെ കടന്നു വരുന്നു. പൊക്കിൽ കൊടി ബന്ധം അത് പിന്നെ മുലയൂട്ടലിലേക്ക് കടക്കുകയാണ്. ഈ മുലയൂട്ടലിലൂടെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യത്ഭുതകരമാണ്. ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ എന്ന് പറഞ്ഞ പോരാ, ഗംഭീരമായ അത്ഭുതമായത്. എങ്ങനെയായി മുലയൂട്ടൽ പ്രക്രിയയിൽ ഈ അത്ഭുതം കിടക്കുന്നത്? ഉമ്മമാർ ഒരുപാടുണ്ട് അല്ലേ? നന്നായി ശ്രദ്ധിക്കണം. ഇന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പകർത്തേണ്ട ഒത്തിരി വിഷയങ്ങൾ ഇവിടെ പ്രതിപാദിക്കും. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഉലിദ ലഹു മൗലൂദുൻ ഫഅദ്ദന ഫീ ഉദുനിഹിൽ യുംനാ വഅഖാമ ഫീ ഉദുനിഹി അൽ യുസ്റാ ലം യദുർറഹു ഉമ്മുസ്ബിയാൻ. പരിശുദ്ധ നബിയുനാ റസൂലുള്ളാഹി. എന്താ ഈ ഹദീസിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ കബീർ ബാക്കവി ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ അവസാനം അദ്ദേഹം ദുആ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപസ്മാര രോഗത്തെ തൊട്ടിനെ കാക്കണേ അല്ലാഹ്. രോഗങ്ങൾ പലവിധമാണ്. പലവിധം രോഗങ്ങൾ എന്തൊക്കെ മേഖലകളിലുണ്ട് നമുക്കറിയാലോ. ഇന്ന് രോഗങ്ങൾ വ്യത്യസ്തമാണ്, അതിന്റെ ചികിത്സാ രീതികളും വ്യത്യസ്തമാണ്. ഇന്ത്യ രാജ്യത്ത് 4 മേഖലകളിലെ ഡിഗ്രി കിട്ടിയ ഡോക്ടേഴ്സിന്. ഒന്ന് MBBS, ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചലർ ഓഫ് സർജറി. പിന്നെ അടുത്തത് BHMS, ബാച്ചലർ ഓഫ് ഹോമിയോ മെഡിസിൻസ്. BUMS, ബാച്ചലർ ഓഫ് യുനാനി മെഡിസിൻസ്. BAMS, ബാച്ചലർ ഓഫ് ആയുർവേദ മെഡിസിൻസ്. ഈ 4 മേഖലകളിലാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സിന് ബിരുദം കിട്ടുക. ഇവിടെ രോഗങ്ങൾ വ്യത്യസ്തമാണ്, ചികിത്സകളും വ്യത്യസ്തമാണ്. അതിലൊന്നും വെറുതെ കച്ചറ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. അത് എപ്പോഴും ഈ ഡോക്ടേഴ്സ് തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. ഇംഗ്ലീഷ് മരുന്നിന്റെ ഡോക്ടർ ഹോമിയോ ഭയങ്കരമായിട്ട് തള്ളിപ്പറയും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. ഏതാവട്ടെ, ഇവിടെ വ്യത്യസ്തമാണ് കാര്യങ്ങളെല്ലാം. രോഗം വ്യത്യസ്തമാണ്. അത് ഒരുപക്ഷെ ബദനീയാവാം, ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാവാം, മനസ്സിന് രോഗമുണ്ടാവാം, സാമൂഹ്യ രോഗങ്ങളും ഉണ്ടാകാം. മനസ്സിനെ ബാധിക്കുന്ന ശൈത്വാനിയായ രോഗങ്ങളിൽ വളരെയധികം നമ്മളെ പ്രയാസപ്പെടുത്തുന്ന രോഗമാണ് എപ്പിലെപ്സി എന്ന് പറയുന്ന അപസ്മാര രോഗം. അല്ലാഹു നമ്മളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി തങ്ങളുടെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു കുട്ടിക്ക് അപസ്മാരം ഉണ്ടാകുന്നത് 3-4 കാരണങ്ങളിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു. ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ശരിക്കും ശ്രദ്ധിക്കണം. അപസ്മാരം എപ്പിലെപ്സിക്ക് കാരണമാകുന്നത് 3 സന്ദർഭങ്ങളാണ്. ഒന്ന്, ഉമ്മ അല്ലെങ്കിൽ ഭാര്യ ഗർഭം ധരിക്കുമ്പോൾ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ആ ഭാര്യ പ്രസവിക്കുമ്പോൾ. അപസ്മാരത്തിന് സാധ്യതയുള്ള അപസ്മാരം വന്ന് പിടികൂടാനുള്ള സാധ്യതയുള്ള 3ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഉമ്മ കുട്ടിക്ക് മുല കൊടുക്കുന്ന സന്ദർഭത്തിലുമാണ്. വളരെ വലിയ വിഷയമാണ്. നമ്മുടെ ഇൽഫത്താണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്, മറക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകേണ്ട, അവർക്കിടയിൽ ഉണ്ടാകുന്ന ലവ് ഇസ് ദി ഓൺലി ഗേറ്റ്വേ ടു ദി ഹോൾ മിസ്റ്ററീസ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും പരമപ്രധാനമായ സ്നേഹം എന്ന വികാരമില്ലെങ്കിൽ പിന്നെ എന്ത് ഭാര്യ ഭർത്തൃ ബന്ധം? അതല്ല ഏറ്റവും പരമപ്രധാനം. ലവ് ഇസ് ദി ഓൺലി ഗേറ്റ്വേ. എല്ലാം പരമമായ സ്നേഹം എന്ന് പറയുന്ന ബന്ധമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഹദീസ്, ഹബീബിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് 3 ഘട്ടങ്ങൾ പറയുകയാണ്. ഒന്ന്, ഉമ്മ ഗർഭം ധരിക്കുന്ന സമയം. നമ്മുടെ മലബാറിന്റെ ഒരു സിറ്റുവേഷൻ പരിശോധിക്കുമ്പോൾ മലബാർക്കാർക്കിടയിൽ ഈ ഗർഭം ധരിച്ച ഭാര്യയ്ക്ക് ഒരു 4 മാസം 5 മാസമൊക്കെ ആകുമ്പോൾ ഒരു അപസ്മാര നെയ്യ് കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ലേ? അപസ്മാര നെയ്യ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അപസ്മാര നെയ്യ് ഇത് 4 മാസം 5 മാസത്തിലേക്ക് കൊടുക്കുക. ഇതാണ് ഒന്ന്. ആ 4 മാസം 5, ഇൻഷാ അല്ലാഹ് അതിനൊക്കെ പ്രതിവിധികളും പറയാം. എന്താണ് പ്രശ്നം, എന്താണ് പ്രതിവിധി, നമ്മളത് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.
ഈ 4-ാമത്തെ 5-ാമത്തെ മാസത്തിലാണ് അപസ്മാരം നെയ്യ് കൊടുക്കുക. ഒരു കാരണം, ഒരു സന്ദർഭം അതാണ്. ഗർഭിണികൾ 4-5 മാസത്തിലാകുന്ന സമയത്ത് കുട്ടിക്ക് അപസ്മാരത്തിനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട് എന്ന് കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യും ഇൻഷാ അല്ലാഹ്. 2-ാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ആ കുട്ടിയെ ഉമ്മ പ്രസവിക്കുന്ന സന്ദർഭത്തിലാണ്. 3-ാമത്തെ ഘട്ടമെന്ന് അപ്പൊ പ്രസവിക്കുന്ന സമയത്ത് ബാങ്കും ഇഖാമത്തും കൊടുക്കണം എന്നതിലേക്കാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്നത്. പ്രസവിക്കുന്ന സന്ദർഭത്തിൽ വലത് ചെവിയിൽ വാങ്ക് കേട്ടില്ല, ഇടത് ചെവിയിൽ ഇഖാമത്തും കേട്ടിട്ടില്ലെങ്കിൽ കുട്ടിക്ക് അപസ്മാരം വരുമെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ ഘട്ടം പ്രസവിച്ചു കഴിഞ്ഞ പാടെയാണ്. നമുക്കതിനെ ഓരോന്ന് വിശദീകരിക്കാം. ഒന്ന്, ഗർഭിണിയായിരിക്കെ. അപ്പൊ ഈ ഗർഭിണിയായിരിക്കെ എന്ന് പറഞ്ഞാൽ ശൈത്വാനീയ രോഗങ്ങളിൽ നമുക്ക് വളരെയധികം പ്രയാസമുളവാക്കുന്ന ഒരു രോഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് എപ്പിലെപ്സി എന്ന് നമ്മൾ പറയുകയുണ്ടായി. ശൈത്വാനീയ രോഗത്തിൽ വളരെ നമ്മളെ പ്രയാസപ്പെടുന്ന രോഗമാണ് അപസ്മാര രോഗം. ഈ അപസ്മാര രോഗം അതിന് ഒരുപാട് ചികിത്സകൾ പുതിയതായിട്ട് വന്നു. ഈയിടെ ഒരു വലിയ പരസ്യം കാണുകയുണ്ടായി, എപ്പിലെപ്സി സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട്, അപസ്മാര രോഗത്തിന് ഏറ്റവും നല്ല ഡയഗ്നോസ്റ്റിക് സെന്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യം കണ്ടാൽ ഒരിക്കലും നിങ്ങളത് വിശ്വസിച്ചു പോകേണ്ടതില്ല. അവിടെ ഒന്നും അപസ്മാരം മാറാൻ വേണ്ടിയല്ല, അപസ്മാരം അത് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏറ്റവും നൂതനമായ ടെക്നോളജി, ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട് എന്ന് മാത്രം. ചികിത്സയോ പഴയതു തന്നെ. അതാണ് അപസ്മാരത്തിന്റെ പ്രത്യേകത. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചികിത്സ ഇതുവരെ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തിയതൊക്കെ ന്യൂവർ ടെക്നോളജിയാണ്. അത് ഡയഗ്നോസിസ് ചെയ്യാനുള്ള, രോഗം തിരിച്ചറിയാനുള്ള ടെക്നോളജി മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ 2-ാമതായിട്ട് ഈ കുട്ടിക്ക് അപസ്മാരം ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴാണ്? പ്രസവിച്ചയുടനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ഉമ്മായെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രസവിച്ച പാടെ കുട്ടികൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വലത്തെ ചെവിയിൽ വാങ്കാണ്, ഇടത്തെ ചെവിയിൽ ഇഖാമത്താണ്. അതെങ്ങനെ, എന്താണ് നബി തങ്ങൾ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇത് പറയാൻ കാരണം? ഒരാളുടെ എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ആ രോഗത്തിന്റെ പ്രത്യേകത തലച്ചോറിനകത്ത് ഉഷ്ണ സാന്നിധ്യം വർദ്ധിച്ച് രക്തപ്രവാഹം ഉണ്ടാകുന്ന രോഗത്തെയാണ് എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാര രോഗം എന്ന് നമ്മൾ വിളിക്കുന്നത്. തലച്ചോറിനടിയിലെ മെഡുല എന്ന് പറയുന്ന മെഡുല ബ്ലാങ്കറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ആ മെഡുലയ്ക്ക് ചൂടേൽക്കുന്നതാണ്, മെഡുല ചൂടാകുന്നതാണ് യഥാർത്ഥത്തിൽ എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ. അപ്പൊ പിന്നെ എങ്ങനെയാണ് മെഡുല ചൂടാകുന്നത്? എങ്ങനെയാണ് തലച്ചോറിനകത്ത് ഈ ഉഷ്ണ സാന്നിധ്യം ഉണ്ടായി? എങ്ങനെയാണ് തലച്ചോറ് ചൂടായത്? ഈ മെഡുല ഹീറ്റ് ആകണമെങ്കിൽ അതങ്ങ് ബ്ലഡ് ഹീറ്റ് ആകണം. കാരണം ഏറ്റവും കൂടുതൽ ബ്ലഡ് ആവശ്യം തലച്ചോറിനാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് വേണ്ടത് തലച്ചോറ് വർക്ക് ചെയ്യാനാണ്. നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ലക്ഷക്കണക്കിന് ന്യൂറോൺസ് നമ്മുടെ ശരീരത്തിലുണ്ട്. CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന കേന്ദ്ര നാഡി വ്യൂഹം എന്ന് പറയുന്ന തലച്ചോർ ഭയങ്കര ദൃഷ്ടാന്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ. സുബ്ഹാനല്ലാഹ്. ഈ തലച്ചോറ് പ്രവർത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് വേണ്ടത്. അതുകൊണ്ടാണ് നല്ല ചിന്തിക്കുന്ന ആളുകൾ അധികം ഭക്ഷണം കഴിക്കില്ല. നല്ല പഠിക്കുന്ന മക്കൾ ഒരിക്കലും കൂടുതൽ ഭക്ഷണം കഴിക്കരുത്. കഴിച്ചാൽ എന്താ സംഭവിക്കുക? അതൊരു ഡ്രോസി മോഡിലേക്ക് പോകും. ഡ്രോസി മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറക്കം മൂഡിലേക്ക് പോകും. അങ്ങനെ. കാരണം എന്താ? ഏതാനും പള്ളേക്ക് 4 മണിക്കൂറിലധികം ദഹിക്കാനുള്ള സാധനം നീ കയറ്റി തന്നു, ഇനി ഇതിന്റെ ദഹനം നടക്കട്ടെ, നീ തൽക്കാലം ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് തലച്ചോറിന് ഒരു കമന്റ് കൊടുക്കും. തലച്ചോറ് അവിടെ നിന്ന് എന്ത് ചെയ്യും? ഡ്രോസി മൂഡിലേക്ക് പോകും. അതായത് ഉറക്ക മൂഡിലേക്ക് തലച്ചോറ് പോകുന്നതാണ് യഥാർത്ഥത്തിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഉറക്കം വരാൻ കാരണം. ദഹനം നടക്കട്ടെ. കാരണം ബ്ലഡ് ഇതിന് രണ്ടിനും കൂടി പ്രവർത്തിക്കാൻ മാത്രമേ നിന്റെ ശരീരത്തിൽ ആകെ 5 ലിറ്റർ ബ്ലഡേ ഉള്ളൂ. ഈ 5 ലിറ്റർ രക്തം കൊണ്ട് എനിക്ക് തലച്ചോറും പ്രവർത്തിപ്പിക്കണം, നിന്റെ ആമാശയം പ്രവർത്തിപ്പിക്കണം. ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. വല്ലാണ്ട് എന്നോട് കളിക്കണ്ട എന്ന് പറഞ്ഞ ആമാശയം നമുക്കെതിരെ ഒരു പണിഷ്മെന്റ് നടത്തുന്നതാണ് ഡ്രോസി മോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വല്ലാണ്ട് പള്ള നിറക്കരുത്. പക്ഷെ പള്ള നിറയാൻ നേരത്ത് ആ പള്ള ആമാശയത്തിനകത്ത് ചെറിയൊരു ഉപകരണം, ഡിവൈസ് പഠിച്ചവൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് പിന്നെ അപ്പറ്റൈറ്റ് എന്നാണ്. APPETITE, അപ്പറ്റൈറ്റ്. ഈ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞ ചെറിയ സാധനം എന്ന് പറഞ്ഞ ഒച്ചുണ്ടാക്കി തരും. ഇനി നമ്മൾ ആംബക്ക് എന്നാ പറയാ. അതിന്റെ അർത്ഥം 4 മണിക്കൂർ ദഹിക്കാനുള്ള സാധനം നിന്റെ പള്ളയിലായിട്ടുണ്ട്, ഇനി ഇങ്ങോട്ട് കയറ്റി വിടല്ല, ഞാൻ ഡ്രോസി മൂഡിലേക്ക് നിന്നെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുമെന്നാ. അതുകൊണ്ട് വല്ലാണ്ട് കഴിക്കരുത്. അക്കത്തിനൊരു കൺട്രോൾ വേണം. ഭക്ഷണം ഓവറായിട്ടുണ്ട് കഴിക്കലല്ല. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് തലച്ചോറിലെ ബ്ലഡ്, തലച്ചോറിലേക്ക് പോകുന്ന ബ്ലഡ് എങ്ങനെ ചൂടായി? രക്തത്തിന് ഉഷ്ണം. ആ രക്തത്തിന് ഉഷ്ണം ഉണ്ടാകുമ്പോൾ
രക്തസഞ്ചാരം നടക്കുന്നത് ഹാർട്ടിൽ നിന്നാണ്, തലച്ചോറല്ലല്ലോ രക്തം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, എപ്പിലെപ്സിക്ക് അപസ്മാരത്തിന് കാരണം രക്തം ചൂടാകൽ, ഉഷ്ണ സാന്നിധ്യം തലച്ചോറിലെത്തൽ. തലച്ചോറ് ചൂടാകണമെങ്കിൽ ബ്ലഡ് ചൂടാകണം. ബ്ലഡ് ചൂടാകണമെങ്കിൽ ഈ ബ്ലഡ് ഉണ്ടാക്കുന്നത് ഹാർട്ടാണ്, ഹൃദയമാണ് ബ്ലഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ ഹാർട്ട് ചൂടാകുന്നു എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് ഹാർട്ട് ചൂടാകുന്നത് പിശാചിന്റെ സ്വാധീനം ഹൃദയത്തെ ബാധിക്കുമ്പോഴാണ്. ലൗലാ അന്നശയാതീൻ യഹൂമൂന അലാ ദമി ബനി ആദം ലനളറൂ ഇലാ മലകൂതിസ് സമാ. ആകാശത്തിന്റെ അത്ഭുത ലോകങ്ങളിലേക്ക് അടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മേലോട്ട് നോക്കിയാൽ കാണുന്ന സിദ്ധി മനുഷ്യനുണ്ടാകുമായിരുന്നു. പക്ഷേ ഇബ്ലീസിന്റെ സാന്നിധ്യം നിന്റെ ബ്ലഡിൽ കലർന്നത് കൊണ്ടാണ് അതില്ലാത്തത് എന്ന് പഠിപ്പിച്ച സാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമല്ലേ ഈ പ്രവാചകന്റെ ചര്യ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നബിതങ്ങൾ നമ്മൾ വല്ലാണ്ട് ചിന്തിപ്പിക്കുകയാണ്. വകദാലിക നുരി ഇബ്രാഹിമ മലകൂ എന്താ ബാക്കി മലക്കൂത്ത സമാവാത്തി വല്ലറുണ്ടോ? എവിടെ അൻഷിദ്? എവിടെ മലക്കൂത്ത സമാവാത്തി വല്ലറുണ്ടോ? രണ്ടുണ്ടോ? വകദാലിക നുരി ഇബ്രാഹിമ മലകൂത്ത സമാവാതി വൽ അർള്. മലക്കൂത്തി എന്ന മലക്കൂത്താണോ? മലക്കൂത്തി. വകദാലിക നുരി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്മൾ കാട്ടിക്കൊടുത്തു മലകൂത്ത് സമാവാതി വൽ അർള്. എവിടുന്ന്? ബാബിലോണിയയിൽ, ഭൂമിയിൽ ബാബിലോണിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ബാബിലോണിയയിൽ, ഇറാഖിലെ ബാബിലോണിയയിൽ ഇരുന്നു കൊണ്ട് മേലോട്ട് നോക്കിയിട്ട് അന്ധകടാഹങ്ങൾ കണ്ടു. സയ്യിദുന ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകൾ അത്രയ്ക്കും വലിയ ദിവ്യശക്തിയുടെ അല്ലെങ്കിൽ പൈശാചികത തീരെ ഇല്ലാത്ത മനസ്സിന്റെ ഉടമയായിരുന്നു. ഇന്നഹു ലഅവ്വാഹുൻ ഹലീം. സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം മഹാ മനസ്സിന്റെ ഉടമസ്ഥന. ഇബ്ലീസ് മനസ്സിലേക്ക് പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ജംറത്തുൽ അഖബ ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അറഫയിൽ ഇന്നത്തെ നിൽപ്പുണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ടവരുടെ ഭാര്യയായ ഹാജറ ഉമ്മായുടെ ശരീരം നമ്മൾ രണ്ട് മലക്ക് ഇടയിലൂടെയുള്ള ആ നടത്തമായി സഫാ കുന്നിൽ നിന്ന് മറവയിലേക്ക്, മറവയിൽ നിന്ന് സഫയിലേക്കുള്ള നടത്തം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇബ്രാഹിം നബിയുടെ വലിയ മനസ്സാണ്. ഞാൻ വിഷയം തെന്നിപ്പോകുന്ന എനിക്ക് ബേജാറുണ്ട്, ഒരുപാട് കാര്യം ചർച്ച ചെയ്യേണ്ടതാണ്. പിശാച് മനസ്സിനെ സ്വാധീനിക്കുമ്പോഴാണ്, ഉമ്മമാരെ ശരിക്കും ശ്രദ്ധിക്കണം, രണ്ടാമത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് കുട്ടികൾക്ക് അപസ്മാരം ഉണ്ടാകുന്നു. പിശാച് മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കുമ്പോഴാണ് അപസ്മാരം ഉണ്ടാവുക. പ്രവാചക വൈദ്യത്തിൽ മനുഷ്യന് അഗ്നിയുടെ സാന്നിധ്യം ആവശ്യമില്ല എന്നാ പറയുന്നത്. ആയുർവേദത്തിലും യുനാനിയിലും മനുഷ്യനിൽ അഗ്നിയുടെ സാന്നിധ്യം ഉണ്ട് എന്നാ പറയുന്നത്. ആയുർവേദം മനുഷ്യനെ പടച്ചത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് എന്നാണ് വിശ്വസിക്കുന്നത്. വായു, വെള്ളം, അഗ്നി, മണ്ണ്, ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് എനർജി. ഈ അഞ്ച് പഞ്ചഭൂതം, 5 സംഗതികൾ, ഇതിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത് എന്ന വിശ്വാസമാണ് ആയുർവേദത്തിനുള്ളത്. ഈ 5ാമത്തെ വിശ്വാസമായ സ്പേസ് എനർജി എന്ന് പറഞ്ഞ ആകാശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്പേസ് എനർജി, മനുഷ്യനിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന വിശ്വാസമാണ് ഭാരതീയ സംസ്കാരത്തിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന അദ്വൈത സിദ്ധാന്തത്തിന് കാരണമായത്. അദ്വൈത സിദ്ധാന്തത്തിലേക്ക് എത്തിയത് ഇതാണ്. ഹൈന്ദവ സഹോദരന്മാർ നേർച്ച നടത്താറുണ്ട്. നമ്മളെ മാതിരിയുള്ള നേർച്ചയല്ല. അവർ അഗ്നി ഹോമം എന്നാ പറയാ. അവർ അഗ്നി ഹോമം ചെയ്യുമ്പോൾ ഈ ഹോമം ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അവരെന്താ പറയാ? അഗ്നേയ സ്വാഹ. അങ്ങനെ പറ, അഗ്നായ സ്വാഹ, അഗ്നിക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നാ പറയാ, അഗ്നായ സ്വാഹ. അപ്പൊ ഇത്രമാത്രം അഗ്നി എന്ന് പറയുന്നതിൽ ഭാരതീയ സംസ്കാരത്തിന് വിശ്വാസമുണ്ട്. ബട്ട് ഇസ്ലാമിന് അങ്ങനെ സംഭവമില്ല. പ്രവാചക വൈദ്യത്തിൽ അതില്ല. പ്രവാചക വൈദ്യത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. തിബ്ബുൻ നബവി ഇല്ല. പ്രവാചക വൈദ്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു സാന്നിധ്യം തന്നെ കാണാൻ കഴിയില്ല. അഗ്നിയെ പറ്റി ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, പക്ഷെ അത് വലിയ സംഭവമല്ല. ഇവിടെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തരികയാണ്. ലോകത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് താഴെ ഇറക്കാനായിട്ട് കാരണക്കാരനായ ലഈനായ ഇബ്ലീസ്, ആ ഇബ്ലീസ് ആദം നബിക്ക് സുജൂദിൽ വീഴുമ്പോൾ ഞാൻ ചെയ്യുകയില്ലെന്ന് പറഞ്ഞല്ലോ ലഈനായ ഇബ്ലീസ്. കാരണം അവൻ ബോധിപ്പിച്ചതെന്തേ?
ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ. ആദമിനെ മണ്ണിൽ നിന്ന് പടച്ചു അല്ലാഹ്, നീ എന്നെ തീയിൽ നിന്നല്ലേ പടച്ചത് അല്ലാഹുവേ, നീ എന്നെ തീയിൽ നിന്നാ പഠിച്ചത്. അതിൽ വലിയൊരു ആശയമുണ്ട്. ഇബ്ലീസ് മഹാ വിളവെന്ന് പറഞ്ഞാൽ പോരാ അല്ലേ, വിളഞ്ഞ വിത്ത. അവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? എന്നിൽ അഗ്നിയുടെ സാന്നിധ്യമുണ്ട്, അതായത് മണ്ണിന്റെ സാന്നിധ്യം എന്നിലില്ല. ആദമിൽ അഗ്നിയുടെ സാന്നിധ്യമില്ല, ആദമിൽ മണ്ണിന്റെ സാന്നിധ്യമുള്ളൂ. ഈ ഒരു സംഗതിയാണ് ആ പടപ്പ് പറഞ്ഞത്. അതെവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ ആ പറഞ്ഞെടുത്ത് അതിൽ തെറ്റുണ്ടെങ്കിൽ അള്ളാഹു തിരുത്തുമായിരുന്നു. കാരണം അള്ളാഹിന്റെ മുമ്പ് നിന്നാണല്ലോ പറയുന്നത്. പക്ഷെ അള്ളാഹു പറഞ്ഞത് അവൻ എന്ത് ചെയ്തു? അവൻ ഡിസബൈ ചെയ്തു, എന്റെ കാര്യം അംഗീകരിച്ചില്ല. അവൻ അത്ര പറഞ്ഞുള്ളൂ അല്ലാഹു സുബ്ഹാനഹു വ തആല. അബാ വസ്തക്ബർ, അവൻ വല്ലാണ്ട് കിബ്ർ കാണിച്ചു. കിബ്ർ കാണിച്ചവർക്ക് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പറഞ്ഞത് അവരെ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ജഹന്നമിൽ കടത്തുമെന്നാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയാണ് ഇബ്ലീസിനെ പറ്റി പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു ശൈത്താന്റെ സാന്നിധ്യം ഹൃദയത്തെ ബാധിക്കുമ്പോഴാണ് ഹാർട്ടിൽ ബ്ലഡ് ചൂടാകുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ തത്വം ആദ്യമായി നമുക്ക് പറഞ്ഞു തരുന്നത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തിബ്ബുൻ നബവി എന്ന് പറയുന്ന പരിശുദ്ധ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് തിബ്ബുൻ നബവിക്ക് പ്രവാചക വൈദ്യത്തിന് വലിയ സ്ഥാനമാണ്. അതാണ് ഈ കൊമ്പുവെക്കൽ എന്നൊക്കെ പറഞ്ഞ പ്രക്രിയ. അതൊക്കെ പ്രവാചക വൈദ്യത്തിന് ഇന്ന് വലിയ സ്ഥാനമുണ്ട്. തിബ്ബുൻ നബവി, ഈ തിബ്ബുൻ നബവിയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഇബ്നു ഖയ്യിം തങ്ങൾ തിബ്ബുൻ നബവിയുടെ 3-ാം വോള്യത്തിൽ പറയുന്നതായിട്ട് കാണാം. അപ്പം 1-ാമത്തെ വോള്യം അത് തിബ്ബുൻ നബവി എഴുതിയതാരാ? അത് എഴുതിയത് ഹാഫിള് ദഹബി തങ്ങളാണ്. 2-ാം വോള്യം എഴുതിയത് ബഹുമാനപ്പെട്ട അബൂ നുഐം തങ്ങളാണ്. 3-ാമത്തെ വോള്യം എഴുതിയത് ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. തിബ്ബുൻ നബവിയുടെ 3-ാമത്തെ വോള്യമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും പ്രചാരത്തിലുള്ളത്. അതുകൊണ്ടാണ് അത് അറിയപ്പെടാനുള്ള കാരണം എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. തിബ്ബുൻ നബവിയുടെ 3-ാമത്തെ ഗ്രന്ഥത്തിലാണ് ഈ ഒരു വിഷയം പറയുന്നത്. മഹാനവറുകൾ അത് ആലോചിച്ചൊക്കെ ഒരു 300 കൊല്ലത്തിന് ശേഷമാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇത് പറയുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് ഉഷ്ണ സാന്നിധ്യമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുക? ഉഷ്ണ സാന്നിധ്യമില്ല എന്നല്ലേ തിബ്ബുൻ നബവിയിൽ പറയുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ ആയുർവേദത്തിലേക്ക് ഉഷ്ണ സാന്നിധ്യം ഉണ്ട് എന്നും പറയുന്നു. പക്ഷേ ഉഷ്ണ സാന്നിധ്യമില്ലാതെ ജീവിക്കാൻ സാധ്യമാണോ മനുഷ്യന്? ഇല്ലല്ലോ. ഉഷ്ണ സാന്നിധ്യമില്ലാതെ മനുഷ്യൻ ഫ്രീസറിൽ കിടന്നാൽ ആ മനുഷ്യന് ജീവൻ ഉണ്ടാവുകയില്ലല്ലോ. ഫ്രീസറിലിട്ട ഒരു മനുഷ്യൻ പ്രവർത്തനക്ഷമമല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇബ്നു ഖയ്യിം തങ്ങളെ ഈ മനുഷ്യൻ പിന്നെ പ്രവർത്തന സജ്ജമാകുന്നത്? ഉഷ്ണ സാന്നിധ്യമില്ലെന്ന് പറയുന്നതോടുകൂടി മഹാനവറുകൾ പറഞ്ഞു, ആ ഉഷ്ണ സാന്നിധ്യം വരുന്നത് വെള്ളത്തിൽ നിന്നാണ്. സുബ്ഹാന ജല്ല ജലാലു. തിബ്ബുൻ നബവി പ്രകാരം വെള്ളത്തിൽ നിന്നാണ് ഉഷ്ണ സാന്നിധ്യം. അപ്പൊ ഉഷ്ണ സാന്നിധ്യം വെള്ളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഈ പറച്ചിൽ കഴിഞ്ഞ് 300 കൊല്ലം കഴിയുമ്പോഴാണ് സയൻസ് പറയുന്നത് വെള്ളം എന്ന് പറഞ്ഞാൽ 2H2 + O2 gives H2O. വെള്ളം എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജൻ ആറ്റമാണ്. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം അത് കത്താൻ സഹായിക്കുന്നതാണ്. ഉഷ്ണ സാന്നിധ്യം ഓട്ടോമാറ്റിക്കലി അത് വെള്ളത്തിലുണ്ട് എന്ന വലിയ ചിന്ത 300 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഹൈഡ്രജന്റെ ഉഷ്ണ സാന്നിധ്യം കണ്ടെത്തിയത്. ഇവിടെ നൂറും നാറും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നൂറ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഇതാ ഇപ്പോൾ ഈ ഹലോജൻ ലൈറ്റ് അതവിടെ കത്തുന്നത് കൊണ്ട് പ്രശ്നമില്ല. നമ്മുടെ മുമ്പിലേക്ക് അത് അടുപ്പിച്ചു വെച്ചാൽ അത് നമുക്ക് വല്ലാത്ത പ്രശ്നമുണ്ടാക്കും. ഈ ലൈറ്റ് നമ്മളിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു വെച്ചാൽ നമുക്ക് ചൂടാ വരിക. എന്നാൽ ഇതേ സംഗതി ഒന്നുകൂടി അപ്പുറത്തേക്ക് മാറ്റിവെച്ചാൽ നമുക്ക് പ്രകാശമായി. അതുകൊണ്ട് നൂർ
നാർ. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നൂർ മനുഷ്യന് സ്വീകരിക്കാൻ കഴിയും, നാർ മനുഷ്യന് സ്വീകരിക്കാൻ കഴിയാത്തതുമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് അപസ്മാര രോഗം പിടിപെടുന്ന രണ്ടാമത്തെ ഘട്ടം പ്രസവത്തോടുകൂടിയാണ്. കുട്ടികൾക്ക് അപസ്മാര രോഗം ഉണ്ടാകുന്നത് പ്രസവിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് എന്നാണ്. ആ പ്രസവിക്കപ്പെടുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിശദീകരിച്ചത് എന്താണ്? അപസ്മാരം എന്ന് പറഞ്ഞാൽ തലച്ചോറ് ചൂടാകലാണ്, മെഡുല്ല ചൂടാകല. ആ ചൂടാകുന്നതിന് കാരണം രക്തം ചൂടാകല. രക്തം ചൂടാകുന്നതിന് കാരണം ആ രക്തമുണ്ടാക്കുന്ന ആ രക്തത്തിന്റെ ഫാക്ടറിയായ ഹാർട്ട് ചൂടാകുമ്പോഴാണ്. ഹാർട്ട് ചൂടാകുന്നത് എപ്പോഴാണ്? അത് പിശാചിന്റെ സ്വാധീനം അത് മനസ്സുകളിൽ ഉണ്ടാകുമ്പോഴാണ്. ഇനി നമ്മൾ ചിന്തിക്കാം, ഇത് മൈക്കാണ്. എങ്ങനെ ഇപ്പൊ എന്റെ ഈ കാറ്റ് എങ്ങനെ ഇത് കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ടായിട്ട് വന്നു? ഏറ്റവും കൂടുതൽ ഇന്ന് നമുക്കറിയാം ഹാർട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഒരു ഫീറ്റസ് അല്ലെങ്കിൽ നമ്മുടെ ഗർഭത്തിലുള്ള ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ ഗർഭത്തിലുള്ള കുഞ്ഞ് ഒരിക്കലും അത് സ്വതന്ത്രമായി ആ കുഞ്ഞിന്റെ ഹൃദയം മിടിക്കുന്നില്ല. ഗർഭത്തിലുള്ള കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിൽക്കുന്ന സന്ദർഭത്തില് ഉമ്മയുടെ ഹൃദയം മിടിക്കുന്നതിനനുസരിച്ചാണ് ആ കുഞ്ഞിന്റെ ഹൃദയം മിടിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ആ പൊക്കിൾ കൊടി ബന്ധം, ഇൽഫത്ത് ബന്ധം അല്ലാഹു നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ കുഞ്ഞിന്റെ ഹൃദയം എപ്പോഴാണ് സ്വതന്ത്രമായി മിടിക്കുന്നത് എന്ന് കേൾക്കണ്ടേ? അത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സന്ദർഭത്തിൽ പൊക്കിൾ കൊടി ഉമ്മയിൽ നിന്ന് വേർപ്പെടുത്തപ്പെടുന്ന സന്ദർഭത്തിലാണ് കുഞ്ഞിന്റെ ഹൃദയം, ഹാർട്ട് ആദ്യമായി സ്വതന്ത്രമായി മിടിക്കുന്നതും. കുഞ്ഞിന്റെ ഹൃദയം സ്വതന്ത്രമായി ആദ്യം മിടിക്കുന്നത് പൊക്കിൽ കൊടി വേർപ്പെടുമ്പോഴാണ്. അള്ളാന്റെ ഹബീബിന്റെ ഹദീസ് നോക്കി നമ്മൾ അതിലേക്ക് വിശദീകരിക്കുക. അപ്പൊ എങ്ങനെയാണ് ഹാർട്ട് പ്രവർത്തിക്കുന്നത് നോക്കണം. ഹാർട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഈ മൈക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് പവറാണ് അല്ലേ? ഹാർട്ട് പ്രവർത്തിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്. ഒരു അഭിപ്രായ പ്രകാരം ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ പറഞ്ഞു. ചിലർ പറഞ്ഞു അത് പിന്നെ അതിന്റെ പ്രവർത്തനം ഇലക്ട്രിക്കലാണ്. ഹാർട്ടിന്റെ പ്രവർത്തനം അങ്ങനെയാണ്. നമ്മുടെ ഹൃദയത്തിന് മുകളിൽ ചില നോഡുകളുണ്ട്. ഒരു ജനറേറ്റർ, മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഇതാ പുഞ്ചിരിയുടെ വലിയൊരു ജനറേറ്റർ അവിടെയുണ്ട്. ആ ജനറേറ്റർ പോലുള്ള നമ്മുടെ ഹൃദയത്തിന് മുകളിൽ കുറച്ച് നോഡുകളും മറ്റുമൊക്കെ ആയിട്ട് ഒരു ജനറേറ്റർ പ്രവർത്തിക്കുകയാണ്. ആ ജനറേറ്റർ അത് പ്രവർത്തിക്കുന്നതോടുകൂടി ആ ജനറേറ്ററിൽ നിന്നുള്ള തരംഗങ്ങളാണ് ഹൃദയത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ജനറേറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്. അതിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു ശക്തി വേണ്ടേ? അതിന് ഇലക്ട്രിക്കൽ ശക്തി വേണമെന്നെങ്കിൽ ഇലക്ട്രിസിറ്റി, കറണ്ട് വേണം. അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറയുന്ന വൈദ്യുത കാന്തിക തരംഗം വേണം. അപ്പൊ അതെങ്ങനെ ഉണ്ടാവുക? ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ എന്റെ സംസാരം ഞാനിങ്ങനെ എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ വൈദ്യുത കാന്തിക തരംഗമുള്ളത് ശബ്ദത്തിനാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുത കാന്തിക ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറയുന്ന പവർ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ശബ്ദത്തിനാണ്. മനുഷ്യന്റെ ശബ്ദമുണ്ടല്ലോ, ഏത് ശബ്ദവും മനുഷ്യൻ്റെത് മാത്രമല്ല, ശബ്ദത്തിനാണ്. ആ ശബ്ദം പ്രവർത്തിക്കുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന മാഗ്നറ്റിക് എന്ന് പറയുന്ന കാന്തികം, അതാ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ഏറ്റവും കൂടുതൽ ഉള്ളത്, വൈദ്യുത കാന്തിക തരംഗമുള്ളത് ശബ്ദത്തിനാണ്. അപ്പൊ എന്റെ സൗണ്ട്, ഞാൻ ഇങ്ങനെ സൗണ്ട് വിടുമ്പോൾ എന്റെ സൗണ്ടിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് പവർ ഈ മൈക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഈ കാന്തം പിടിച്ചെടുക്കും. ഇത് കാന്തികമാണ്. ഈ മൈക്രോഫോൺ, ഇത് ഫോൺ, ഇത് കാന്തമാണ്. എന്റെ സൗണ്ടിൽ നിന്ന് മാഗ്നറ്റ് ഇത് പിടിച്ചെടുക്കും. ഇത് ആംപ്ലിഫയറിലേക്ക് പോയി ഇത് ആംപ്ലിഫൈ, എന്റെ വോയിസ്, എന്റെ ശബ്ദം ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് വലിയ സ്പീക്കറുകളിലേക്ക് കൊടുക്കും. അപ്പോൾ നമ്മളെ ഈ ചെറിയ രണ്ട് ചെവിടുകൾക്ക് ഭയങ്കര സൗണ്ടായിട്ട് കിട്ടും. മനസ്സിലായില്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് പവറാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വർക്ക് ശബ്ദത്തിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ഉള്ളത്. ഇനി നമ്മൾ ഒരു വലിയ ചിന്തയിലേക്ക് വരികയാണ്. പരിശുദ്ധ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഒരു കുഞ്ഞിന്റെ ഹൃദയം അത് സ്വതന്ത്രമായി മിടിക്കുന്നത് എപ്പോഴാണ്? ഉമ്മാന്റെ പള്ളയിൽ നിന്നും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന്
പൊക്കിൽ കൊടി വേർപ്പെടുമ്പോഴാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. ആ പൊക്കിൽ കൊടി വേർപ്പെടുന്ന സന്ദർഭത്തിൽ ഹാർട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. ഹാർട്ടിന്റെ പ്രവർത്തനത്തിന്റെ ജനറേറ്റർ സജ്ജമാകണമെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ വേണം. അത് പ്രവർത്തിക്കണമെങ്കിൽ മനുഷ്യന്റെ ഹാർട്ട് പ്രവർത്തിക്കുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ മുഖേനയാണ്. അതുകൊണ്ടല്ലേ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഹാർട്ടിന്റെ പ്രവർത്തനം അങ്ങനെയാണ്. തലച്ചോറ് EEG, ഇലക്ട്രോ എൻസഫാലോഗ്രാം. നോക്കൂ നിങ്ങൾ, ഹാർട്ട് ഇലക്ട്രോ കാർഡിയോഗ്രാമാണ്. അപ്പൊ ആ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഹാർട്ട് സ്വന്തമായി മിടിച്ചു തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഭർത്താവേ, ഭാര്യ, ദമ്പതിമാർ ചിന്തിക്കണം. നമുക്ക് അല്ലാഹു തആല തരുന്ന പിഞ്ചു പൈതലായ കുഞ്ഞിമോൻ, ആ കുഞ്ഞിമോന്റെ ഹൃദയം ആദ്യമായി നിന്റെ ഭാര്യയുടെ പള്ളയിൽ നിന്ന്, ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന സന്ദർഭത്തില് ആദ്യം അത് പ്രവർത്തിച്ചു തുടങ്ങുന്നത് ശബ്ദത്തിന്റെ അനുരണനം കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ശബ്ദം ഏത് ശബ്ദമാകണം? അല്ലാഹു അക്ബർ. മാഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ശബ്ദമാണ്. അത് മനുഷ്യന്റെ ആ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അതോടുകൂടി പിശാചിന്റെ ബാധ ആ കുട്ടിയെ ഏൽക്കുകയില്ല. ആ സന്ദർഭത്തിൽ നിങ്ങൾ ഒരു പക്ഷേ പണത്തിന്റെ പളപളപ്പ് കൊണ്ടാകാം, അല്ലെങ്കിൽ അഡ്വത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാകാം, ഏതെങ്കിലും ക്രൈസ്തവ മിഷനറി ഹോസ്പിറ്റലുകൾ നടത്തുന്ന ആളുകൾ ഉണ്ടാവാം. അവിടേക്ക് ഒരു പക്ഷേ കൊണ്ടുപോയാൽ ഗർഭവും പ്രസവവും ഒക്കെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കപ്പെടാൻ ആ ഹോസ്പിറ്റലാണ് നല്ലത് എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് കടന്ന് പൊക്കിൽ കൊടി വേർപ്പെടലോടുകൂടി ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങുന്നത് സുബ്ഹാനല്ലാഹ് ഒരു പക്ഷേ യേശുവിന്റെ പേര് പറഞ്ഞുകൊണ്ടാകാം, ഒരു പക്ഷേ മറ്റെന്തെങ്കിലും മന്ത്രോച്ചാരണം കേട്ടുകൊണ്ടാകാം. ഈ കുട്ടിക്ക് അപസ്മാര രോഗമുണ്ടാകുമെന്ന് പരിശുദ്ധ ഹബീബിന്റെ ഹദീസിൽ നിന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഹബീബായ നബിന്റെ ഹദീസ് നോക്കി നിങ്ങൾ, എന്തൊരു അത്ഭുതമാണ്. അപസ്മാര രോഗമുണ്ടാകുന്ന, അപ്പൊ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ വളരെ ശ്രദ്ധിക്കേണ്ടത്, ദമ്പതിമാർ ആദ്യം ഇൽഫത്ത് എന്ന ബന്ധത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മളിത് ഉമ്മമാർ ഒരുപാട് വരുന്ന സദസ്സായതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ കാര്യം വേണം, എന്തെങ്കിലും ഈ വഅള് കരിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പകർത്താനായിട്ട് എന്തെങ്കിലും വേണമെന്ന് കരുതിയ ഈ വിഷയം ഇവിടെ ഉദ്ധരിച്ചത് അല്ലാഹു തആല നമുക്ക് നാഫിഅ ഇൽമിനെ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ടാ ഹബീബ് പറഞ്ഞത്, മൻ ആരെങ്കിലും ഉലിദ ലഹു മൗലൂദുൻ, ഒരു കുഞ്ഞ് അയാൾക്ക് ജനിച്ചാൽ, ഫഅദ്ദന ഫീ ഉദുനിഹി അൽ യംനാ, അവന്റെ വലത്തെ ചെവിട്ടിൽ വാങ്ക് വിളിച്ചാൽ, വഅഖാമ ഫീ ഉദുനിഹി അൽ യുസ്റാ, അവന്റെ ഇടത്തെ ചെവിട്ടിൽ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ലം യദുർറഹു, അവനെ ഒരിക്കലും ബാധിക്കുകയില്ല. ഉമ്മുസ്സുബിയാൻ, ഒരിക്കലും അവനെ എപ്പിലെപ്സി എന്ന് പറയുന്ന അപസ്മാര രോഗം പിടിപെടുകയേ ഇല്ല. പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. എത്ര വലിയ 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടേക്ക് അല്ലാഹുവിന്റെ ഹബീബ് തരുന്ന ചിന്ത ഗംഭീരമാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് അപസ്മാരം ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം അത് മുലയൂട്ടുമ്പള. എന്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ഒരുപാട് ഉമ്മമാർ ഒരുമിച്ച് കൂടിയ സദസ്സായത് ഇസ്ലാമിക് സെന്ററിന്റെ 13-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട നമ്മുടെ ഈ പരിപാടിയിൽ എത്ര സഹോദരിമാർ അൽഹംദുലില്ലാഹ് അല്ലാഹു നാഫിഅ ഇൽമിന്റെ വേദിയായി ഇതിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിസരത്ത് ഒരു പക്ഷേ വഅള് കേൾക്കുന്ന കാരണവന്മാരെ കാണുമ്പോൾ പ്രിയപ്പെട്ട കൊന്ന അഹമ്മദ് കുട്ടി ഹാജിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. അഥവാ ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഇവിടെ ഇരുന്നു കൊണ്ട് എത്ര പ്രായമാണെങ്കിലും ആ പ്രായം വകവെക്കാതെ ഈ സദസ്സ് നിറഞ്ഞ മനസ്സോടുകൂടി നിൽക്കുന്ന വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. വഫാത്ത് നടക്കുമ്പോൾ ഞങ്ങളുണ്ട് വീട്ടില്. എന്ത് റാഹത്തുള്ള മരണമാണ്. വെളുത്ത് നല്ല സുന്ദരമായി നല്ലൊരവസ്ഥയിൽ ആ മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹ്
നിന്റെ ദീനിന്റെ ഖാദിമായി മരിക്കുവോളം നടന്ന മനുഷ്യന് അല്ലാഹുവേ അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിൽ നീ കാട്ടിക്കൊടുക്കണേ അല്ലാഹ്. നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. അല്ലാതെ നമ്മൾക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമുള്ളത്? നമ്മൾക്ക് മരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ദുആകൾ കിട്ടണമെന്ന് ഒരൊറ്റ പ്രതീക്ഷയാണ്. തഖബ്ബലല്ലാഹ്, അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാരണം, മൂന്നാമത്തെ സന്ദർഭം മുലയൂട്ടുമ്പോഴാണ്. ആ മുലയൂട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉമ്മമാർക്കൊക്കെ ഉള്ള പരാതിയാണ്. എന്താ? നമ്മൾ മുലയൂട്ടുന്ന സന്ദർഭത്തിൽ ഉമ്മ ചിരിച്ചാൽ കുട്ടിയും ചിരിക്കും, ഉമ്മ കരഞ്ഞാൽ കുട്ടിയും കരയും. കാരണം നോക്കേണ്ട ആവശ്യമില്ല, അത് ഇൽഫത്ത് എന്ന ബന്ധമാണ്. സ്നേഹത്തിന്റെ 10 ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഇൽഫത്തിനെയാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ ഉണ്ടാകേണ്ട മഹബ്ബത്ത്, മവദ്ദത്ത്, റഹ്മത്ത് എന്ന സംഗതികൾ ചർച്ച ചെയ്യവേ ഒന്നാമത്തെ ഘട്ടമായ ഇൽഫത്തിലാണ് നമ്മുടെ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. ഈ മുലയൂട്ടൽ പ്രക്രിയ അത് ഉമ്മമാർ ഒരുപാട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൂടി പറഞ്ഞ് നമുക്ക് നേരിട്ട് വിഷയം ഇൻഷാ അല്ലാഹ് ഇത് തീർക്കാം. ചിലപ്പോൾ ഉമ്മമാര് പറയാറുണ്ട്, എന്റെ ഗൾഫിലുള്ള മകന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വിരിപ്പാടത്തുള്ള ചൂരപ്പട്ടയിലുള്ള ഊർക്കടവിലുള്ള നമ്മുടെ ആക്കോടുള്ള ഉമ്മമാര് പറയുകയാ, വിദേശത്ത് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മകന് എന്തോ അറബിയുടെ അടുക്കൽ നിന്ന് ചവിട്ടും കുത്തും കിട്ടുകയോ 2 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയോ ചെയ്ത വേദന ഈ പാവപ്പെട്ട ഉമ്മയുടെ മനസ്സിൽ എങ്ങനെയാണ് എത്തിയത്? അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഉമ്മയുടെ മനസ്സിലേക്ക് എത്തിയത് ഇൽഫത്ത് എന്ന ആ ആത്മബന്ധമുള്ളത് കൊണ്ടാണ്. ഇതാർക്കും ഉണ്ടാക്കാവുന്ന ബന്ധമാണ്. പക്ഷെ അതെന്ത് ചെയ്യണം? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇതുണ്ടെങ്കിൽ യാതൊരു ബേജാറും വേണ്ട. ഭാര്യയെ സംശയിക്കേണ്ടി വരില്ല, ഭർത്താവിനെ തിരിച്ചും സംശയിക്കേണ്ടി വരില്ല. ഈ ബന്ധമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് വേണമെന്നില്ല. എത്ര ദൂരമാണെങ്കിലും ഭാര്യ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയും. എന്റെ ഭർത്താവ് എന്തു ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തുണ്ടെങ്കിൽ ഈ ഇൽഫത്ത് എന്ന ബന്ധമുണ്ടെങ്കിൽ അല്ലാഹു നമുക്കത് നൽകുമാറാവട്ടെ. അത് മനസ്സിന് ഉള്ളോട്ട് കൊടുക്കുന്നൊരു ബന്ധമാണ്. ഇനി നമ്മൾ ചിന്തിക്കുക, മുലയൂട്ടലാണ്. ഈ ഉമ്മമാര് മുലയൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ പല സംഗതികളും അല്ലാഹു തആല പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനം ഹൗലൈനി കാമിലൈനി എന്ന് പറഞ്ഞു എന്നതാ. എന്താ ഹൗലൈൻ കാമിലൈൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ, ഉമ്മമാർ അവരുടെ മക്കൾക്ക് പൂർണ്ണമായി മുല കൊടുക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അവർ 2 കൊല്ലം പൂർത്തീകരിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്തേ 2 കൊല്ലം? നമുക്ക് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇവിടെ ഈ ഖുർആനിൽ അത്ഭുതമെന്ന് പറയാം. 2 വട്ടമാണ് പൂർത്തീകരണം എന്ന പദം അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത്. കാമിലൈൻ ഒന്ന്, മറ്റൊന്ന് ലിമൻ അറാദ അൻ യുതിമ്മ. പൂർത്തീകരണം 2 പദം ഉപയോഗിച്ചു, 2 വട്ടം. ആദ്യം പറഞ്ഞിരിക്കുന്നതായ പരിശുദ്ധ ഖുർആൻ കമാൽ എന്ന് പറഞ്ഞുവല്ലോ. ലിമൻ വൽ വാലിദാതു യർളീന ഔലാദഹുന്ന ഹൗലൈൻ കാമിലൈൻ. 2 കൊല്ലം കമാലിയത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം ഗുണം ആണ്. ഗുണം, ആ കുട്ടിക്കുള്ള ഗുണം, ക്വാളിറ്റി എന്ന് പറയും. എന്നാൽ രണ്ടാമത് പറഞ്ഞ ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, അവിടെ പറഞ്ഞിരിക്കുന്ന ആ തമാമിയത്ത് കൊണ്ട് ഉദ്ദേശ്യം, അവിടെ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി. ആദ്യത്തേത് ക്വാണ്ടിറ്റിയാണ്. നമ്മുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പറയാറുണ്ട്, ഗുണവും എണ്ണവും. ആദ്യത്തേത് എണ്ണമാണ്, രണ്ടാമത്തേത് ഗുണമാണ്. ഈ 2 നിലക്ക് നമ്മൾ പരിശോധിച്ചാൽ മുലയൂട്ടൽ വലിയൊരു നിഅമത്താണെന്ന് മനസ്സിലാകും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് തന്റെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി എന്നോണം അല്ലാഹു പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. എന്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൂർത്തീകരിക്കപ്പെടുക നിഅമത്താണ്. അതാണ് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും. എന്നാൽ അത്മംതു എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കുക എന്ന പദത്തിൽ അല്ലാഹു ഉപയോഗിച്ചത് നിഅമതി.
അപ്പോ ലിമൻ അറാദ അൻ യുതിമ്മ എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് ഉമ്മമാർ കുട്ടികൾക്ക് മുല കൊടുക്കൽ വലിയൊരു നിഅമത്താണെന്നാ. അതിനെ നമ്മൾ പരിചയപ്പെടുക. ഈ മുല കൊടുക്കുന്ന സമയത്താണ് സുബ്ഹാനല്ലാഹ് പല സ്ത്രീകളും പരാതി പറയുന്നത് എന്താണ്? മുല കുടിക്കാൻ കുട്ടി കൂട്ടാക്കുന്നില്ല. അതിനേതെങ്കിലും ഉസ്താദ്മാരത്ത് പോയിട്ട് നമുക്കൊന്ന് മന്ത്രിക്കാം, അല്ലെങ്കിൽ ഒന്ന് നൂല് കെട്ടാം, അതൊക്കെ ചെയ്തോളി, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചില പരിപാടികളുണ്ട്. ആദ്യം നമ്മൾ എടുക്കേണ്ട പണിയെടുക്കണ്ടേ, എന്നിട്ടല്ലേ ബാക്കി ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. കുട്ടികൾ മുല കുടിക്കാൻ കൂട്ടാക്കുന്നില്ല, കൊടുക്കാൻ നോക്കുമ്പോഴേക്ക് കുട്ടി കരയുന്നു എന്ന പരാതി ഉമ്മമാർക്കെല്ലാം ഉള്ള പരാതിയാ. ഇതിന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മ 3 കാരണങ്ങളാലേ കുട്ടി കരയുകയുള്ളൂ, മുല കുടിക്കുന്ന വിഷയത്തെ തൊട്ട് കുട്ടി മുഖം തിരിക്കുകയുള്ളൂ. പരിശുദ്ധ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മളത് മനസ്സിലാക്കണം. ഇത് ടെക്നോളജി അല്ല, ഇത് റസൂലുള്ളാഹിന്റെ വാക്ക് മുഹദ്ദിസീങ്ങൾ വ്യാഖ്യാനിക്കുക. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 3 കാരണങ്ങളാണ്. 1, എന്റെ പ്രിയപ്പെട്ടവരെ, മുലക്കണ്ണ് വൃത്തിയില്ലാതിരിക്കൽ. ഒരിക്കലും കുട്ടി പാല് കുടിക്കൂല. നമ്മൾ വിയർപ്പോടുകൂടി അടുക്കളയിൽ നിന്ന് പണി കഴിഞ്ഞ് നേരെ വന്ന് കുട്ടിക്ക് മുല കൊടുത്താൽ കുട്ടികൾ അത് സ്വീകരിക്കുകയില്ല. കിതാബിൽ കാണാം. ഇല്ലല്ല, കുട്ടികൾ സ്വീകരിക്കാൻ എന്താ കാരണം? 10 മാസം വരെയുള്ള കുട്ടികൾ ഒരിക്കലും അങ്ങനെയുള്ള മുല കുടിക്കില്ല. അതൊക്കെ ഹദീസിന്റെ ഹദീസാണ് കൂട്ടരെ, ഹദീസാണ്. നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുക. 10 മാസം വരെ അള്ളാഹു ഈ ലോകത്ത് ഏറ്റവും വലിയ സംരക്ഷണം കൊടുത്തത് മക്കൾക്കാണ് അള്ളാഹു കൊടുത്തത്. ഏറ്റവും വലിയ വലിയ അപകടങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ, ഇപ്പൊ വയനാട് ചുരത്തിൽ നിന്ന് അതിന്റെ 9ാമത്തെ പടവിൽ നിന്നൊരു ബസ് അങ്ങോട്ട് താഴോക്ക് വീണു. വീഴാതിരിക്കട്ടെ, അപ്പൊ ചിലപ്പോ എല്ലാവരും മരിച്ചുപോയി. പക്ഷെ 2 വയസ്സുള്ള ഒരു കൈക്കുഞ്ഞ് അവിടെ എവിടെയോ മരത്തിന്റെ ഇടുക്കിൽ തങ്ങി നിൽക്കുന്നു എന്ന് കാണാൻ വാർത്തകൾ വരാറുണ്ട്. മനസ്സിലാക്കണം, അള്ളാഹു ഏറ്റവും വലിയ സംരക്ഷണം നൽകുന്നത് പിഞ്ചു പൈതം മക്കൾക്കാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ മുലക്കണ്ണ് വൃത്തിയില്ലാത്തയിടത്ത് മക്കൾ പാല് കുടിക്കാൻ കൂട്ടാക്കുകയില്ല, പൊട്ടി പൊട്ടി കരയുമെന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്പർ 1, 1ാമത്തെ കാരണം അതാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ 10 മാസം വരെ വൃത്തിയില്ലാത്ത മുലയിൽ നിന്ന് കുട്ടികൾ പാല് കുടിക്കില്ല. ഇത് അലത്തൂൽ അങ്ങനെയാണ് എന്നല്ല, 10 മാസം വരെ. അതെന്താ? പിന്നെ ഇങ്ങനെ അമ്മ നിർബന്ധിച്ച് ഇങ്ങനെ ആക്കി ലാസ്റ്റ് കുട്ടിയോണ്ട് കുടിക്കാൻ തുടങ്ങും. അതങ്ങനെയാണ്. പക്ഷെ 10 മാസം വരെ കുട്ടിക്ക് അത് കുടിക്കാൻ കഴിയില്ല, വല്ലാത്ത ഇടങ്ങാറാണ്. നമ്മൾ ഭക്ഷണം കഴിക്കൽ എങ്ങനെയാ? നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ പാചകം ചെയ്യണം, അല്ലേ? പാചകം ചെയ്യാതെ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല. അത് പാചക വാതക ഉപയോഗിച്ചുകൊണ്ടാകാം, അല്ല വിറകുകൾ ഉപയോഗിച്ചുകൊണ്ടുമാകാം. വിറക് എന്ന് പറഞ്ഞാൽ അത് കത്തിക്കുകയാ, കത്തുക എന്ന് പറയുന്നത് തീ കൊണ്ടാണ്. തീ എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ മെറ്റീരിയലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അഗ്നി, അത് ശൈത്താന്റെ മെറ്റീരിയലാണ്. അഗ്നി ശൈത്താന്റെ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഈ അഗ്നിയുടെ സാന്നിധ്യമുള്ള ഫുഡ്, ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണം നമ്മൾ കഴിക്കും പോലെ കുട്ടികൾക്ക് കഴിക്കാൻ കഴിയില്ല. നമ്മൾ കഴിക്കുന്നത് പിശാചിന്റെ സേവയടങ്ങിയ ഭക്ഷണം. അതുകൊണ്ടാണ് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞത്. അപ്പം ഉമ്മമാര് വേറെ കാര്യം ഇവിടെ മനസ്സിലാക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലിക്കോളാം. ഞങ്ങൾ ആണുങ്ങൾ, ഞങ്ങൾ ഏതായാലും വലിയ ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങളെ കൂടെ ചിലപ്പോൾ സഹായിച്ചെന്ന് വന്നേക്കാം. എന്നാലും മെയിനായിട്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കൽ നിങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പൊ നിങ്ങൾക്കൊരു പണി തരാം. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം, ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു വെള്ളം തിളപ്പിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഗ്യാസ് ഒന്ന് ചെറുങ്ങനെ, അത്ര പണിയല്ലുള്ളൂ, ഒരു ചെറിയ ടിക് ആക്കാനുള്ളൂ. ആ സമയത്ത് നിങ്ങൾ ബിസ്മി മാത്രം ചൊല്ലരുത്. നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗ്യാസ് സ്റ്റൗ പിടിപ്പിക്കുമ്പോൾ, ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ, അടുപ്പിലേക്ക് വിറക് വെക്കുമ്പോൾ, തീ ഉരച്ചതിന് കത്തിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്തുകൊണ്ട്? ഇബ്ലീസ് കടന്നുകൂടും. ഇബ്ലീസിന്റെ ആയുധമാണ് തീ. ഖലഖതനി മിൻ നാർ, എന്നെ പടച്ചത് തീയിൽ നിന്നാണ്. ഇബ്ലീസ് വിടോ? നമ്മുടെ ഫുഡിൽ ഇബ്ലീസ് കയറി കൂടൂലേ? അതുകൊണ്ട് തന്നെ ആ 10 മാസക്കാലത്ത് കുട്ടികൾ ഒരിക്കലും പാചകം ചെയ്ത ഫുഡല്ല, ഭക്ഷണമല്ല കഴിക്കുന്നത്. പിന്നെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം ഏതാ? 10 മാസത്തിൽ കുട്ടികൾ കഴിക്കുന്നത് ഉമ്മയുടെ മുലപ്പാൽ.
ഉമ്മയുടെ മുലപ്പാൽ പാചകം ചെയ്തിട്ടാണോ? അല്ല. എന്നാൽ ഇതിന് പകരം വല്ല മിൽമ പാല് കൊടുക്കുകയാണെങ്കിൽ, അല്ല ആട്ടിന്റെ പാല് കൊടുക്കുകയാണെങ്കിൽ, പശുവിന്റെ പാല് കൊടുക്കുകയാണെങ്കിൽ, എരുമന്റെ പാല് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കാച്ചിക്കൊടുക്കണം. അപ്പൊ മുലപ്പാലോ അത് കാച്ചേണ്ട ആവശ്യമില്ല, ഓൾറെഡി കാച്ചിട്ടാണ് ഇത് വരുന്നത്. അതാണ് മുലപ്പാല് ഓൾറെഡി അള്ളാഹു കാച്ചിട്ടാണ് വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ വലിയ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ സമയം എത്ര? 9:45 നിർത്തണമെന്നാണ് ഓർഡർ. വിഷയം പറഞ്ഞ് എവിടെ എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കലാവാം. ആകെ 10-15 മിനിറ്റ് നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ 10 മാസം വരെ ഒരിക്കലും കുട്ടികൾ വേണ്ടാത്തത്, കുട്ടികൾ ഒരിക്കലും തന്നെ മുലക്കണ്ണ് വൃത്തിയില്ലാത്ത അവസ്ഥയിൽ കുട്ടികൾ പാൽ കുടിക്കില്ല. 10 മാസത്തിന് ശേഷം ചിലപ്പോൾ കുടിച്ചു എന്ന് വന്നേക്കാം, അത് പിന്നെ ശീലമാവുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു 7ാമത്തെ വയസ്സിലാണ് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയത്. ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ ഉള്ള 114 അധ്യായങ്ങൾ മനഃപ്പാഠമാക്കി ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. കഴിഞ്ഞില്ല, 9ാമത്തെ വയസ്സിലാണ് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥം മനഃപ്പാഠമാക്കിയത്. നമ്മൾ വിചാരിക്കും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അങ്ങനെ പഠിച്ചാൽ മതി. അല്ല അല്ല അല്ല, ആ പഠനമല്ല. ഇമാമുന ശാഫിഈ തങ്ങൾ ബുദ്ധിരാക്ഷസന്മാരുടെ തലവനാണെന്ന് അറിയപ്പെടാറ്. എങ്ങനെ മനഃപ്പാഠമാക്കി? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ആ ഹദീസ് ആര് നബിയോട് പറഞ്ഞു? ആര് ആ സഹാബിയോട് പറഞ്ഞു? അങ്ങനെ 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 സഹാബി നബിയിൽ നിന്ന് ഇങ്ങനെ വന്ന് കൃത്യമായ കൃത്യമായി ഇതിന്റെ സനദ് മുത്തസിലായി അത് കൃത്യമായി നബിയിലേക്ക് എത്തുന്നത് വരെയുള്ള പരമ്പര. മാത്രമല്ല, ആ പരമ്പരയിലുള്ള മുഴുവൻ ആളുകളുടെ ഹിസ്റ്ററിയും പഠിക്കണം, ചരിത്രം പഠിക്കണം. ഒരാളുടെ ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ 8 കാര്യങ്ങൾ വേണമെന്നാണ് കിതാബുകളിൽ. ഒന്ന്, അദ്ദേഹം എവിടെയാ ജനിച്ചത്, അദ്ദേഹം എന്നാണ് ജനിച്ചത്, അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേരെന്താണ്, അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേരെന്താണ്, അദ്ദേഹം ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാ, അദ്ദേഹം എന്നാണ് മരിച്ചത്, അദ്ദേഹം എവിടെയാണ് മരിച്ചത്, അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണ്. ഈ 8 കാര്യങ്ങൾ അടങ്ങുന്നതാ ഒരാളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ. ഇത് പഠിക്കണം. ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോ എന്ന മട്ടത്തിൽ പറയണ മാതിരി ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഇമാം ശാഫിഈ തങ്ങൾ മുവത്ത മനഃപ്പാഠമാക്കി 9ാമത്തെ വയസ്സിൽ. എന്നിട്ടോ 11ാമത്തെ വയസ്സിൽ മഹാനവറുകൾ ദർസ് നടത്താൻ തുടങ്ങി. ഫത്വ കൊടുക്കുന്ന മുഫ്തിയായി മാറി ഇമാമുന ശാഫിഈ. മനസ്സിലാക്കണത് എന്തിനാ ഈ കഥ ഇങ്ങനെ പറയണല്ലേ? ഉമ്മമാര് ശരിക്കും മനസ്സിലാക്കിക്കോളി. ആ സമയത്തൊരിക്കൽ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളുടെ ശിഷ്യൻ മുസ്നി ഇമാം, മഹാനായ മുസ്നി ഇമാം ഒരു ചോദ്യം ചോദിക്കുകയാ. അല്ല ഉസ്താദേ, അങ്ങയുടെ ബുദ്ധി കണ്ടിട്ട് ഞങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമുണ്ടല്ലോ. ഈ അതുല്യമായ ഈ ബുദ്ധിശക്തിയുടെ പിന്നിലുള്ള കാരണം എന്ത്? ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ ഉസ്താദേ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടിയായിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ ഒരിക്കൽ പോലും വൃത്തിയില്ലാത്ത അവസ്ഥയിൽ, വൃത്തിയില്ലാത്ത നിലയിൽ ഉമ്മ വൃത്തിയില്ലാത്ത മുലക്കണ്ണുകൊണ്ട് എനിക്ക് പാല് തന്നിട്ടില്ല. വൃത്തിയില്ലാത്ത മുലക്കണ്ണുകൊണ്ട് എനിക്ക് പാല് തന്നിട്ടില്ല പറഞ്ഞത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. സുബ്ഹാന ജല്ല ജലാലു. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. കഴിഞ്ഞില്ല, മഹാനായ ഗസാലി ഇമാമിന്റെ ഉസ്താദാണ് ഇമാം ഹറമൈനി. വലിയ പണ്ഡിതനല്ലേ ഇമാമുന ഹറമൈനി ഇമാം. വളരെ ചിന്തിക്കണം ഉമ്മമാരെ. ഹറമൈനി ഇമാം വലിയ പണ്ഡിതനാണ്. ലോകത്ത് ഇൽമിന്റെ മഹാസാഗരം തീർത്ത ഗസാലി ഇമാം എന്ന് പറയുന്ന വലിയ മഹാപണ്ഡിത ശിരോമണി ഈ ലോകത്തിന് സമർപ്പിച്ചിരിക്കുന്ന മഹാ വ്യക്തിത്വമാണ് ഇമാമുന ഹറമൈനി റളിയല്ലാഹു തആല അൻഹു. ആ ഹറമൈനി ഇമാം മഹാനവറുകൾ വലിയ പണ്ഡിതനാണ്. ഒരുപാട് കേസുകൾ വരും മഹാനവറുകളുടെ അടുക്കിലേക്ക്, മസ്അലകൾ, പ്രശ്നങ്ങൾ, ഓരോ വിഷയങ്ങൾ വരും, ദിവസം വരും. ഇമാം ഹറമൈനി തങ്ങൾ അതിങ്ങനെ ചർവണം നടത്തി അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി മസ്അല പറയും. മസ്അല പറയുമ്പോൾ ഒരു വലിയൊരു വിധികർത്താവ് പറയും പോലെ, ഒരു കോടതിയിലെ ഹാക്കിം പറയും പോലെ,
ഒരു വലിയ ജഡ്ജി പറയും പോലെ മൂപ്പര് വിധി കണ്ട് പറയാൻ നിന്നാൽ ഇങ്ങനെ ആവും, ഇങ്ങനെ ആയിട്ട് അണ്ട് ബോധം പോവും. പെട്ടെന്ന് ആൾക്കാരുടെ ഇടയിൽ എന്തൊക്കെയോ ഒരു ഇടങ്ങേറ് ആണ്ടല്ലോ, ഒരു തലകറക്കം വന്നിട്ട് അണ്ട് പോവും. വലിയ മസാല, ചെറുതൊന്നും പ്രശ്നമില്ല, വലിയ മസാല പറയാൻ നേരത്ത് ഒന്ന് തല കറങ്ങിയിട്ട് ഒന്ന് ഫ്ലാറ്റ് ആവും. മഹാനായ ഹറമൈൻ ഇമാമിനോട് ചോദിക്കുന്നു, ഉസ്താദേ എന്തു പറ്റി, നിങ്ങൾക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്തേ? നിങ്ങൾക്ക് ഇങ്ങനെ വരാനുള്ള കാരണം ഒന്ന് വിശദീകരിക്കാമോ? നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാ? ആ സന്ദർഭത്തിൽ മഹാനായ ഇമാം ഹറമൈനി തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, എന്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ സാധുവായ ബാപ്പയാണ്. എന്റെ ഉപ്പ എന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത്, എന്റെ ഉപ്പാക്കുള്ള ജോലി ഹലാലായ ഒരു ജോലിയായിരുന്നു. പരിശുദ്ധ ഖുർആൻ കൈകൊണ്ട് എഴുതിയുണ്ടാക്കുന്ന പണിയായിരുന്നു എന്റെ ഉപ്പാക്ക്. എഴുത്തു കൂലിക്കാരനായ എന്റെ ഉപ്പ ഖുർആൻ ആവശ്യമുള്ള ഇടത്തേക്ക് ഖുർആൻ എഴുതി കൊടുക്കുന്ന പണിയാ. അങ്ങനെ ഹലാലായ പൈസ കൊണ്ട് എന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്ന സമയത്ത് അത്രയും നല്ല സ്നേഹത്തിൽ നല്ല മട്ടത്തിലൊക്കെ ഇങ്ങനെ വരിക. അങ്ങനെ എനിക്ക് എന്റെ ഉമ്മ എനിക്ക് ജന്മം നൽകി. എന്റെ ഉമ്മയോട് അഥവാ ഉപ്പ ഇടക്കിടക്ക് പറയാറുണ്ട് ഭാര്യയോട്, എന്താ പറയാ, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ മകന് നീയല്ലാതെ മുല കൊടുക്കരുത്. അവിടെ അന്നൊക്കെ ഈ മുല കൊടുക്കാനായിട്ട് അങ്ങനെയാണ്, വേലക്കാരി മറ്റൊക്കെ പെണ്ണുങ്ങളൊക്കെ പലയിടത്തും അവിടെ ഇവിടെയൊക്കെ പൈസക്ക് മുല കൊടുക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ് നമ്മളെ കുട്ടി ഒരിക്കൽ എന്റെ പാലല്ലാതെ കുടിച്ചു പോരുതിട്ട് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിനി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ തൊട്ടിലിൽ കിടക്കുകയാ. ആ സന്ദർഭത്തിൽ ഞാൻ പൊട്ടി കരയുകയാ. തൊട്ടിലിൽ നിന്ന് എന്റെ ഉമ്മയാണെങ്കിൽ അയലോക്കത്തെ വീട്ടിലേക്കോ മറ്റോ എന്തോ ആവശ്യത്തിന് പോയതാ. എന്റെ കരച്ചിൽ വല്ലാതെ എന്റെ കരച്ചിൽ ഇങ്ങനെ വല്ലാതെ ശക്തി പ്രാപിച്ചപ്പോൾ, എന്റെ കരച്ചിൽ ഇങ്ങനെ വല്ലാണ്ട് വർദ്ധിച്ചപ്പോൾ എന്റെ അടുക്കലേക്ക് ഓടി വന്ന് മുല കൊടുക്കാൻ എന്റെ അയൽവാസിയായ പെണ്ണാണ്. ആ പെണ്ണ് വന്നിട്ട് എനിക്ക് മുല തന്നു. സുബ്ഹാനാ, എന്തു പറ്റി? ഈ വിവരം എന്റെ ബാപ്പയറിഞ്ഞു, ഈ വിവരം എന്റെ ഉമ്മയറിഞ്ഞു. എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ വാപ്പ വല്ലാതെ വിഷമിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നിട്ട് പറയാ, ആ പെണ്ണ് എന്റെ ഉമ്മായുടെ അസാന്നിധ്യം എന്റെ ബാപ്പ ഈ വിവരം അറിഞ്ഞപാടെ ഇമാം ഹറമൈനി തങ്ങൾ പറയുകയാണ്, എന്റെ കാല് നേരെ മേലെയാക്കി. കുട്ടികളെ, ഹറമൈനി ഇമാം പറയാ, എന്നെ ബാപ്പ കാല് മേൽക്കും കണ്ട് പിടിച്ച് നേരെ തല കുത്തനെ കീക്കാന്തൂക്കായിട്ട് നിർത്തി. എന്റെ കാലിങ്ങനെ മേലോട്ട് പിടിച്ച് എന്റെ കഴുത്തും എന്റെ തലയും ഒക്കെ താഴോട്ട. എന്നിട്ട് എന്റെ തൊള്ളന്റെ ഉള്ളിക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ്ട് ഛർദിപ്പിച്ചു. ഞാനൊക്കെ ഛർദിച്ചു. പക്ഷേ എന്റെ ആമാശയത്തിൽ ഒരൽപ്പം അതിന്റെ ബാക്കിയുണ്ടായിരുന്നു. ആ ഉമ്മ, എന്റെ അയൽവാസിയായ ആ സഹോദരി, അവരുടെ മുലപ്പാൽ കുടിച്ചതിന്റെ അംശം എന്റെ വയറ്റിലുണ്ടായിരുന്നു. ആ അംശം കാരണമാണ് എനിക്ക് ഈ ബോധക്ഷയം വരുന്നത് എന്ന് ഇമാമുന ഹറമൈനി ഗസാലി ഇമാമിന്റെ പ്രഗൽഭനായ ഉസ്താദ് കൂടിയായ ഇമാമുന ഹറമൈൻ റളിയല്ലാഹു അൻഹു മുലപ്പാൽ കൊടുക്കലപ്പ എങ്ങനെയാണ് എങ്ങനെ അപ്പൊ മുലപ്പാൽ കൊടുക്കേണ്ടത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ വളരെ ഗൗരവമായിട്ട് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇവിടെ കേവലം ഇങ്ങനെ മുലയൂട്ട എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ടിപ്പു സുൽത്താൻ ഓരോ സ്ഥലങ്ങളൊക്കെ കീഴടക്കി ജയിച്ചിങ്ങനെ വരുന്ന സമയത്ത് ഹൈദരാലിയോട് ആളുകൾ പറയും, ടിപ്പു സുൽത്താൻ അവിടെ കീഴടക്കി ഇവിടെ കീഴടക്കി. അതിന് എനിക്ക് അത്ഭുതമല്ലല്ലോ, ഓന്റെ ഉമ്മ ഓൻക്ക് ഇതുവരെ ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ, ഉളു ഇല്ലാത്ത അവസ്ഥയിൽ മുല കൊടുത്തിട്ടില്ല. എന്റെ കുട്ടി അങ്ങനെ ആവുള്ളൂ, എന്റെ കുട്ടി അത്ര വലിയ ആളാവും. ഒളു എടുത്തിട്ട് എന്റെ കുട്ടിക്ക് ഓന്റെ അമ്മച്ചി മുലയെടുത്തിനേത് എന്ന് പറയും ഹൈദരലി. ആർക്ക് വേണ്ടി? ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ മുലയൂട്ടുമ്പോൾ കുട്ടികൾ കരയാനുള്ള ഒരു കാരണം നമ്മൾ പറഞ്ഞത് എന്താണ്? മുലക്കണ്ണ് വൃത്തിയില്ലാതിരിക്കൽ. രണ്ടാമത്തെ കാരണം ഉമ്മാന്റെ മനസ്സിലെ പൈശാചിക ചിന്തകളാണ്. ഒരു കുട്ടി എങ്ങനെ ആയിത്തീരണം? ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നു, ആ സമയത്ത് എൻ്റെ ഉമ്മ വിചാരിച്ചിട്ടുണ്ടാവുക, മാഷാ അല്ലാഹ് നല്ലൊരു പണ്ഡിതനാകണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മേഖലയിൽ വളർന്നു വരുന്ന ഒരാളാണ്, ഒരു പ്രഭാഷകനാകണം, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാകുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉയരണം. നമ്മുടെ ഉമ്മ എന്താണോ ചിന്തിക്കുന്നത് മുലയൂട്ടുന്ന സന്ദർഭത്തിൽ, അതായിരിക്കും കുട്ടിയുടെ റിസൾട്ട്. ഭാര്യ ഭർത്താക്കന്മാരെ നന്നായി ചിന്തിക്കണം. ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ അതിനെല്ലാം മീൻപാപ്പി നന്നായിട്ട് നമ്മൾ ആ വിഷയം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ആദ്യത്തെ വിദ്യാലയം ഒരു ഉമ്മാക്ക് കുട്ടി എങ്ങനെ ആവാം എന്ന് തീരുമാനിക്കാനുള്ള സമയം 2 വർഷവും 10 മാസവുമാണ്. അതെങ്ങനെ 2 വർഷം 10 മാസവും ആയത്?
2 വർഷം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മുല കൊടുക്കുന്ന കാലമാണ് ഹൗലൈനി കാമിലൈൻ. പിന്നെ 10 മാസം എന്ന് പറഞ്ഞാലോ അത് ഗർഭകാലമാണ്. ഈ സന്ദർഭത്തിൽ ഉമ്മാന്റെ മനസ്സിലുള്ള വിചാരങ്ങൾ അത് കുട്ടിയിൽ പ്രതിഫലിക്കുമെന്നാണ് കിതാബുകളിൽ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളപ്പം നന്നായിട്ട് നമ്മൾ പറയും, നമ്മുടെ കുട്ടികൾക്ക് ഓരോ സന്ദർഭത്തിൽ ഓരോന്ന് തോന്നാറുണ്ട്. ഓരോന്നിനും അല്ലാഹു തആല അവർക്ക് തോന്നൽ കൊടുക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ കുട്ടികൾ പറയാൻ എന്താണ്, എനിക്ക് ഉമ്മ മൂത്രിക്കണം അല്ലേ, ചിലപ്പോൾ പാത്തണം എന്നൊക്കെ പറയും. അത് കുട്ടിക്ക് ആ സമയത്ത്, കുട്ടി 12 വയസ്സ് 10 15 വയസ്സായ പിന്നെ കുട്ടിമാരോട് അങ്ങനെ പറയില്ല. അത് പറയുന്നൊരു ടൈമുണ്ട്. ആ സമയത്ത് നമ്മൾ കുട്ടിക്ക് എങ്ങനെയാ മൂത്രയിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ മൂത്രയിക്കേണ്ടത് പഠിപ്പിക്കാൻ ഇത്ര മാത്രം ഉണ്ടോ? വേണം. തലയിൽ എന്തെങ്കിലും മറച്ചിരിക്കണം മോനെ, തല മറച്ചിട്ടേ മൂത്രയിക്കാവൂ. കാലിൽ ചെരുപ്പ് വേണം. ഇടത്തെ കാല് വെച്ചിട്ട് എൻ്റെ പൊന്നുമോൻ കയറണം കക്കൂസിലേക്ക്. റബ്ബി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന ദിക്ർ ചൊല്ലണം. കക്കൂസിൽ ഇരിക്കുമ്പോൾ ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണം മോനെ. ഇതൊക്കെ ആ സമയത്ത് പഠിപ്പിക്കേണ്ടത്. ഇനിയിപ്പോൾ ആ കുട്ടി പറയാ, ഉമ്മച്ചി ഞാനവിടെ ഉറങ്ങണ്ടെന്ന്. ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ. ചെറിയ കുഞ്ഞി തലക്കണയൊക്കെ തൊക്കിലിറക്കിയിട്ട് ഇങ്ങനെ വരും, ഞാനവിടെ ഉറങ്ങണ്ട. ഓൻ ചെറിയ തൊട്ടിൽ കിടക്കുമ്പോഴൊന്നും ചോദിച്ചിട്ടില്ല. ആ സമയം അതല്ല. പിന്നെ ഓനക്കത് ചോദിക്കേണ്ട ഒരു ടൈമായി. അപ്പോൾ അവനോട് പറയാ, മോനെ പല്ല് വെച്ചോ? ഇല്ല, എന്നാ പല്ലേക്ക്. അങ്ങനെ നമ്മളെ നബി പറഞ്ഞെന്ന് എന്താ മനസ്സിലാക്കി? പല്ലേക്ക് മോനെ. പല്ല് വെച്ച്. ഇനി ഒന്നു കൊടുക്കാറുള്ള പരിപാടിയുണ്ട്, അതൊക്കെ ചെയ്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ബിസ്മിയോത്, ഫാത്തിഹയോത്, ഖുൽ ഹുവല്ലാഹു 3 വട്ടം ഓത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓത്. എന്നിട്ട് കൈയിലേക്ക് ഇങ്ങനെ ഇഷ്ഫി 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 എന്ന് പറഞ്ഞു ഊത്. എന്നിട്ട് തല മുതൽ കാല് വരെ തടവ്. എന്നിട്ട് അങ്ങോട്ട് കടന്നോ. ബിസ്മിക റബ്ബി. അത് ഞാൻ ഉമ്മച്ചി ചെല്ലിയരാ, വെൽപ്പാവുമ്പോഴും ചൊല്ലിക്കൊള്ളേണ്ടി. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇന്നം സക്ത നഫ്സി ഫർഹംഹാ വഇന്ന റസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ആ സമയം അതാ ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ സമയത്തും അത് ചെയ്യണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടൊരു കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് പറയട്ടെ. 3ാമത്തെ കാരണം എന്ന് വെച്ചാൽ മുലപ്പാൽ കേടുവരുന്നത് കൊണ്ടാണ്. അത് മഹാന്മാർ പറഞ്ഞ 2% ഉള്ളൂ. അത് ആരും പ്രതീക്ഷിക്കേണ്ട എന്നാണ്. അപ്പൊ ഏറ്റവും പ്രധാനം ആദ്യത്തെ 2-1 അല്ലാഹു തആല നമ്മുടെ ഉമ്മമാർക്കൊക്കെ നല്ല നിലക്ക്. അപ്പൊ എങ്ങനെയാണ് മുല കൊടുക്കേണ്ടത്? മുല കൊടുക്കുമ്പോൾ ഒരിക്കലും TV കാണരുത്. ഒരിക്കലും TV കണ്ടുകൊണ്ട് മുല കൊടുക്കരുത്. ഇന്ന് മുതൽ നിർത്തണം ആ പരിപാടി. TV ഓണാക്കിയിട്ട് മുല കൊടുക്കരുത്. പിന്നെയോ സിനിമ സീരിയൽ കണ്ടുകൊണ്ട് മുല കൊടുക്കരുത്. എന്താണോ നിങ്ങൾ കാണുന്നത് അത് മുലപ്പാലിലൂടെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമെന്ന് പരിശുദ്ധ റസൂൽ. പിന്നെയോ പാട്ട് കേൾക്കരുത്. സിനിമാ പാട്ടുകളും മ്യൂസിക്കുകളും കേട്ടുകൊണ്ടാകരുത്. ഗീബത്ത് നമീമത്ത് പറഞ്ഞുകൊണ്ടാകരുത് കുട്ടിക്ക് മുല കൊടുക്കേണ്ടത്. നുണ പറഞ്ഞുകൊണ്ടാകരുത് മുല കൊടുക്കേണ്ടത്. പിന്നെയോ വുളൂ എടുക്കുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞാൽ ഇമാം ഷാഫി തങ്ങൾ 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയതുപോലെ നമുക്കും കഴിയും, നമ്മുടെ മക്കൾക്കും കഴിയും. 9ാമത്തെ വയസ്സിൽ മുവത്ത മനഃപ്പാഠമാക്കിയതുപോലെ കഴിയും. നമ്മുടെ കുട്ടികൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു മഹല്ലത്തിന്റെ മുഫ്തിയാണ് ഇമാമുന ഷാഫിഈ. നമ്മുടെ മക്കൾക്കും കഴിയും. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നിർത്താൻ പറഞ്ഞ സമയം ഏതാണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്ത് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ പ്രാഥമികമായി ഇൽഫത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഭാര്യഭർത്താക്കന്മാരുടെ റഹ്മത്ത് മവദ്ദത്ത് എന്ന ആ സ്നേഹബന്ധത്തിലേക്ക് ഇൻഷാ അല്ലാഹ് വരാൻ വേണ്ടി പോവുകയാണ്. അത് മറ്റൊരിക്കലാകാം. നമ്മുടെ സമയബന്ധിതമായി 2 മണിക്കൂർ 8 മുതൽ 10 വരെയുള്ള സമയമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ആക്കോട് മുദർരിസ് നമ്മുടെ എല്ലാവരുടെയും ഒരിടത്ത് ഉസ്താദിന് ശേഷം നമുക്ക് ഈ മുസ്തഫ ഹുദവി ആക്കോട് ഉസ്താദ് അവറുകളാണ്. എല്ലാവരും നേരത്തെ കാലത്ത് തന്നെ ഇൻഷാ അല്ലാഹ് കൃത്യസമയത്ത്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, മഗ്രിബോട് കൂടി തന്നെ പരിപാടി ആരംഭിക്കും എന്ന് പറയാനുള്ള കാരണം മജ്ലിസുൻ നൂറാണ്. ഇൻഷാ അല്ലാഹ് നൂറോളം, ഇന്നിപ്പോ 8000-ലധികം, 800 അല്ല 8000-ലധികം പേര്
ത്തും അങ്ങനെയാണ്. പിന്നെ ഒറിജിനൽ ജീവിതത്തിലേക്ക് വന്നാൽ ശരിയാവില്ല. എന്നുള്ള ബേജാറ് വേണം. എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇന്നലെ പ്രിയപ്പെട്ട ബാക്കവി ഉസ്താദ് പറഞ്ഞു, നമ്മുടെ ഭാര്യമാർ തന്നെ അല്ലാഹു നമുക്ക് സ്വർഗത്തിലും നൽകട്ടെ. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാവരും ദുആ ചെയ്യുന്നത്, അല്ലേ? നമ്മുടെയൊക്കെ ഭാര്യ വരാം, നമ്മൾ വരുന്നത് വരെ എത്ര വിദൂരത്തേക്ക് പോയാലും ഉറങ്ങാൻ ിരിക്കുന്ന മനസ്സല്ലേ നമ്മുടെ ഭാര്യക്കും ഉമ്മക്കുമൊക്കെ ഉള്ളത്. ഉമ്മ എന്ന് പറയും. അതേമാതിരി സ്നേഹമുള്ള ഭാര്യയും നമുക്കൊരു വലിയ വികാരമാണ്. അല്ലാഹു സ്നേഹബന്ധം നമുക്കൊക്കെ നിലനിർത്തി ബിഹഖി നബിയിനാ മുഹമ്മദിൻ. ഈ ബന്ധം ഇവിടെ അങ്ങോട്ട് അവസാനിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിയാൽ അവസാനിക്കാൻ ആഖിറത്ത് ഒരു ഭാര്യ ദുനിയാവിൽ ഒരു വഖത്ത് നിസ്കാരം ആഖിറത്തിൽ 50,000 കൊല്ലം അവർ വേർപിരിഞ്ഞേണ്ടി നിൽക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു വഖത്ത്, ഒറ്റ വഖത്ത്, ഒരു വഖത്ത് ഇന്നത്തെ ലോഹർ നിസ്കരിച്ചില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ നഷ്ടപ്പെടും. ഇന്നത്തെ ലോഹർ നിസ്കരിച്ചിട്ടില്ല ഭർത്താവ്, ആ ഭർത്താവിന് നഷ്ടമാകും ഭാര്യ. നിങ്ങൾക്ക് എത്ര കൊല്ലം? 50,000 കൊല്ലം ഒരു വഖത്തിന് വേണ്ടി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഉഹ്റവിയായ നിലക്കുള്ള ദമ്പതിമാരായി നമ്മൾ മാറണം. ദാമ്പത്യത്തിൽ വളരെ ചിന്തിക്കേണ്ടത് ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുക. ദുനിയാവ് കുറച്ച് കുറഞ്ഞാലും നിരക്കടൊന്നുമില്ല. അല്ലാഹു തആല അങ്ങനെയുള്ളവരിൽ നമ്മളൊക്കെ പെടുത്തി തരുമാറാവട്ടെ. അതാണ് നമ്മൾ നന്നായി ചിന്തിക്കേണ്ടത്. ഞാനൊരു ഹദീസ് ഓർത്തു പോവുകയാ. കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് വന്നില്ലേ? പരിശുദ്ധ റസൂലുള്ളാഹി ആയത്തിറങ്ങിയില്ലേ? മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയായി വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. കണ്ണിന്റെ കുളിർമ. ഇതിന് വ്യാഖ്യാനം കൊടുത്തത് എന്താ? കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് നിസ്കരിക്കുന്നത് കാണുക. മാഷാ അല്ലാഹ്, ഭർത്താവ് എത്ര ആയിട്ട് വരുന്നില്ല. അപ്പം ഭാര്യ അന്വേഷിച്ച് നോക്കുമ്പോൾ അയലോക്കത്തെ പിന്നെ മെമലാക്കും അതുപോലെ തന്നെ അപ്പുറത്തെ റഷീദാക്കും ഒക്കെ വന്നിക്കണ്. എന്താ എൻ്റെ കാക്കാനെ കണ്ടീന് ഞങ്ങള്? കാക്ക അവിടുത്തെ സലാത്തും ദിക്കറിലൊക്കെ പങ്കെടുത്തോണ്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് സലാത്തുൽ ദിക്കറിലൊക്കെ അല്ലേ അന്നെ. അത് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിനുള്ള ഒരു കുറുവൃതി, അതിനാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു ഖുർറത്തു ഐൻ എന്ന് പറഞ്ഞ കണ്ണിന് കുളിർമ. ഭാര്യ നമ്മൾ രാത്രിയൊക്കെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിങ്ങനെ വരികയാണ്, ഒരുപാട് വൈകി വരികയാണ്. ആ സമയത്തതാ 2 റക്അത്ത് ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നു. എന്തൊരു സന്തോഷം! ദമ്പതിമാർക്കിടയിലുള്ള സന്തോഷം ഉഖ്റവിയാകണം എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോഴാണ് ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു റജുലാ, ഒരാളെ അല്ലാഹു കരുണ ചെയ്യട്ടെ. ഖാമ മിനൽ ലൈൽ, അയാൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിരിക്കുന്നു. മാത്രം പോരാ, ഫഅയ്ഖല ഇംറഅതഹു, ഭാര്യനെ അത് ഉന്തിയാലും എന്തായാലും നീക്കാത്ത സൈസാ. അപ്പൊ ഒന്ന് ഉന്തി ഒന്ന് വെള്ളമൊക്കെ പറന്ന്, അല്ല അഞ്ച് നീച്ചു നോക്കിയാ എന്ത് മട്ടുണ്ട്. സുബയാൻ കൊടുക്കാൻ 1 മണിക്കൂറുള്ളൂ, 1/2 മണിക്കൂറുള്ളൂ, 2 റക്അത്ത് നിസ്കരിച്ചു നോക്കിയാ എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവ് ഭാര്യനെ ഉറ്റന് നീച്ചില്ലെങ്കിൽ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ കോലത്തിലായാൽ അല്ലാഹു കരുണ ചെയ്യുമെന്ന് മാത്രമല്ല, കുതിബാ, ഈ ഭാര്യയും ഭർത്താവും എഴുതപ്പെടും ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ ഏടുകളിൽ, അല്ലാഹുവിന്റെ അടുക്കൽ. എങ്ങനെ? മിനദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്,
ഈ ആയത്തിന്റെ തഫ്സീർ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അല്ലാഹു തആല ദാക്കിരീന അല്ലാഹ കസീറൻ വദാക്കിറാത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അവരെ ദിക്ർ ചെല്ലുന്നവരിൽ ഉൾപ്പെടുത്തുമെന്ന് മാത്രമല്ല, അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന ഗ്യാരണ്ടിയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാത് والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والحافظين فروجهم والحافظات أعد الله لهم مغفرة وأجرا عظيما. ഇത് സൂറത്തുൽ അഹ്സാബിന്റെ 35-ാമത്തെ ആയത്താണ്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ മഹാന്മാർ വ്യാഖ്യാനം കൊടുത്തത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ അല്ലാഹു പൊറുക്കൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നരകത്ത് പോവില്ലാന്നാ. ഈ ദമ്പതികൾ തഹജ്ജുദ് ഒരുമിച്ച് നിസ്കരിച്ച ഭാര്യയും ഭർത്താവും നരകത്തിലേക്ക് കടക്കില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് പരിശുദ്ധ ഖുർആനിന്റെ അഹ്സാബ് സൂറത്തിന്റെ 35-ാമത്തെ ആയത്ത് അതിന് തെളിവാ. ഭാര്യ നീച്ചു, ഭർത്താവിന് ഉന്തന്നെ സുബയാൻ കൊടുക്കാൻ നിങ്ങൾ നീച്ച് 2 റക്അത്ത് കിരിച്ചൊക്കെയാണ്. ഇതാരാണ് നമുക്ക് പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ്. മാതൃകാ ദമ്പതികളായ ഫാത്തിമ ബീവി മലിയാർ തങ്ങളും കല്യാണം കഴിഞ്ഞ പാടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഡോറിന് പോയിട്ട് ഇങ്ങ് മുട്ടും. ഫാത്തിമ ഫാത്തിമ ഖൂമ ഖൂമ ഫസല്ലിയ റകഅതൈൻ. അലി അല്ലെങ്കിൽ ഫാത്തിമ നിങ്ങൾ രണ്ടാളും നീച്ചാണി 2 റക്അത്ത് ഓല് നിക്കരിക്കാത്തോണ്ടല്ല, നബി തങ്ങൾ അഥവാ ഖളാ ആയി പോവോ സുബയാങ്ക് കൊടുക്കോ തഹജ്ജുദ് ഖളാ ആയി പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഡോറിന് പോയി മുട്ടാണ് പരിശുദ്ധ ഹബീബ്. ഖൂമാ ഫാത്തിമ അലിയേ എഴുന്നേൽക്കണേ, ഫസല്ലിയാ റകഅതൈൻ വലൗ റകഅതൈൻ. തഹജ്ജുദ് 2 റക്അത്താണെങ്കിലും നിക്കരിക്കീൻ. അങ്ങനെ നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഓഫറല്ലേ പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സിലേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു അക്ബർ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലത്തിന്റെ ആക്കോട് പ്രത്യേകിച്ചും നമുക്ക് വലിയ ഒരു അത്താണിയാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാട്ടെ, പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കിടക്കണം. അതിൻ്റെ മുമ്പ് ഇത് പറഞ്ഞുകൊണ്ട് മുഴുമിപ്പിക്കാം. നമ്മളിവിടെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രക്കും വലിയ ഗ്യാരണ്ടിയാണ് ഭാര്യ ഭർത്താക്കന്മാർ ഉഖ്റവിയായ നിലക്ക് അവരെ സഹായിച്ചാൽ അല്ലാഹു തആല തന്നിരിക്കുന്നത്. നമുക്കറിയാലോ, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കണ്ടു. എന്നിട്ട് പറയാണ് ദഖൽതുൽ ജന്ന യൗമൽ മിഅ്റാജ്. മിഅ്റാജിന്റെ വേളയിൽ ഞാൻ സ്വർഗ്ഗം കണ്ടു, അവിടെ അടിപൊളി കൊട്ടാരം കണ്ടു. ഫഖുൽതു ലിമൻ ഹാദാ, ഇതാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവിടുന്ന് ഫഖീല ലീ, എന്നോട് പറയപ്പെട്ടു, ലി ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, ഇത് ഹാരിസത്ത് ഇബ്നു നുഅ്മാനിനുള്ളതാ. കാരണം അവർ തന്റെ ഉമ്മയുമായി വലിയ സ്നേഹത്തിലായിരുന്നു. പിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫവജത്തു ഉമ്മ സുലൈമിൻ, ഉമ്മ സുലൈം ബീവിയെ കണ്ടു. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, സബഖത്നി ഇലൽ ജന്ന, സ്വർഗ്ഗത്തേക്ക് നമ്മളെക്കാൾ ഇങ്ങോട്ട് ഓവർടേക്ക് ചെയ്തു വന്നിരിക്കുന്നുവല്ലോ, എങ്ങനെ ഇവിടെ എത്തി? അവിടെ നിന്ന് പറഞ്ഞു ഫഖീല ലീ ബിമാ കാനത്ത് തുർലി സൗജഹാ, അവർ രണ്ടുപേരും മാതൃകാ ദമ്പതികളായിരുന്നു. നല്ല സ്നേഹത്തിൽ ദീന് കലർത്തി ജീവിതം നയിച്ചവരായിരുന്നു മുസ്ലിം ബീവിയും തന്റെ ഭർത്താവും. അതുകൊണ്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി ആഖിറത്തിലേക്ക് വന്ന പെണ്ണായതുകൊണ്ട് തന്നെ സ്വർഗ്ഗം അല്ലാഹു കൊടുത്തു എന്ന് പരിശുദ്ധ ഹബീബുനാ റസൂലുള്ളാഹ്.
ആഖിറം മുഖ്യമായി കാണുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും റഹ്മത്തോടെ മവദ്ദത്തോടെ ഏറ്റവും നല്ല സ്നേഹത്തോടെ സ്വഭാവത്തോടുകൂടി കുടുംബ ജീവിതം നയിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ഇവിടുന്ന് മാത്രമല്ല ആഖിറത്തിൽ നമുക്ക് കഴിഞ്ഞുകൂടണം. ആഖിറത്തിലും സുബ്ഹാനല്ലദി. ഈ ദാമ്പത്യത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല സൗജ് എന്നുള്ള പദം ഉപയോഗിച്ചത് എവിടെയെന്നറിയോ നിങ്ങൾ? 36-ാം അധ്യായം 36-ാം വചനം. ചിന്തിക്കാൻ അല്ലേ, പരിശുദ്ധ ഖുർആന്റെ ഒരു ഒരു അത്ഭുതകരമായ ദൃഷ്ടാന്തം എന്ന് പറയാം. 36-ാം അധ്യായം യാസീൻ, അതിന്റെ 36-ാമത്തെ വചനം സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ് കുല്ലഹാ. എല്ലാറ്റിൽ നിന്നും ഇണകളെ പടച്ച അല്ലാഹ്, അവൻ എത്ര പരിശുദ്ധൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീനിലെ 36-ലാണ് പറഞ്ഞത്. 36-ാം അധ്യായം 36-ാം വചനം. ഇണകളെ കുറിച്ച്, ഇണ തുണ, അങ്ങനെയാണല്ലോ അത് വരേണ്ടതും. സൗജ്, ആ ഇണകളും തുണകളും ഇവിടെ മാത്രം ഇങ്ങനെ കഴിഞ്ഞാൽ പോരാ, ആഖിറത്തിൽ നല്ല മട്ടത്തിൽ ഇൻഷാ അല്ലാഹ് കഴിയണം. സ്വർഗത്തിൽ സുഖലോലുപമായി ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ സ്വർഗത്തിൽ നാളെ കിടക്കേണ്ട ദമ്പതിമാർ അവർ ഇവിടെ നിന്നും അവരുടെ ജീവിതത്തിൽ ആ സ്വഭാവം കാണിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ആയത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. യാസീന്റെ 56 മുതൽ 58 വരെയുള്ള ആയത്ത്. സ്വർഗത്ത് പോയി നോക്കുമ്പോൾ നല്ല പാർക്കിൽ ചെന്നമായിരിക്കുന്ന, അവിടെ ഇങ്ങനെ പോയിരിക്കുമ്പോൾ നല്ല ഇണകളെ കാണാനുണ്ട്, കട്ടിൽ കാണാനുണ്ട്, കൂടി ഇരിക്കണ കാണാനുണ്ട്, കയ്യിൽ ഐസ്ക്രീമും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് നല്ല നിലക്ക് പോയാൽ ആഖിറത്തിൽ മാതൃകാ ദമ്പതികളായിട്ട് അവിടെയും ഇണകളും തുണകളുമായിട്ട് ജീവിതം നയിക്കാൻ കഴിയും. അതാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ രണ്ടാമത്തെ വഅള് ദിനമായ ഇന്ന് താൽക്കാലികമായി ഇവിടെ വിരാമമിടുകയാണ്. ഇന്നത്തെ ഈ വേദിയിൽ നമുക്ക് വിശിഷ്ടാതിഥിയായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഉസ്താദ്, ബഹുമാനപ്പെട്ട മൈത്ര ഉസ്താദ് അവറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഉസ്താദിൻ്റെ ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് സംഗതികൾ ഇവിടെ ഓർമ്മിക്കപ്പെടാനായുണ്ട്. ഈ സംരംഭം ഈ നിലയിൽ ഇവിടെ എത്തിക്കാനായി അഹോരാത്രം കഷ്ടപ്പെട്ട പലരുണ്ട്. ഈ സുഖം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, നമ്മൾ പറഞ്ഞു 13 വയസ്സായി, കൗമാരപ്രായത്തിൽ നമ്മൾ ഇത്രമേൽ നമ്മുടെ വിശാലമായ സേവനങ്ങൾ നമുക്ക് പലതും അള്ളാഹുവിനെ മുൻനിർത്തി. ഇന്നലെ ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദ് അവറുകൾ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞത് അത് ആത്മാർത്ഥതയുടെ ലക്ഷണം. മാത്രമല്ല, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല സ്ഥാപനങ്ങളും നമ്മൾ കണ്ടതാണ്, പല സ്ഥാപനങ്ങളിൽ പരിപാടിക്ക് പോകുന്നവരാ. പക്ഷെ ഇതിൻ്റെ ഒരു അനുസ്യൂതമായ വളർച്ച അതുപോലെ നമുക്ക് ഈ ശൈശവദശയിലുള്ള കൗമാരത്തിലുള്ള പല സ്ഥാപനങ്ങൾക്കും കാണാൻ കഴിയാറില്ല. കാരണം ചില തൽപര ലക്ഷ്യങ്ങൾ അതിന് പിന്നിൽ ഉണ്ടാകാറുണ്ട്. ഇന്നലെ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ മഹാസംഭവമായി എന്നോട് ഇന്നലെ തന്നെ ചില വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരൊക്കെ പ്രത്യേകം ഒന്ന് അഭിനന്ദനം അറിയിക്കുകയുണ്ടായി. ഭയങ്കര സംഭവമാട്ടോ നിങ്ങൾ അനൗൺസ് ചെയ്തത്. എന്താ അനൗൺസ് ചെയ്തത്? ഇവിടെ ഫോട്ടോ എടുക്കരുത്. നോക്കുമ്പോൾ നമുക്കറിയാം, ഗൾഫിലും മറ്റുമൊക്കെ പോയിട്ട് എത്തി കുട്ടികളുടെ പേര് പറഞ്ഞ് പിരിവ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ചൂഷണങ്ങൾ നടക്കുന്നു. അതിന് ഈ ഒരു ഫോട്ടോ ഒരു കാരണവശാലും വിധേയമാകരുത് എന്നതാണ് പ്രധാനമായും മുന്നിൽ കണ്ടത്. മാത്രമല്ല, ഈ കുട്ടികൾ എന്തെങ്കിലും ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് പാപ്പല്ലാത്തത് കൊണ്ടല്ലേ, അനാഥരല്ലേ, എന്നാൽ അനാഥ എന്നുള്ളത് പോലും ഇവിടെ സൂക്ഷിച്ചുകൊണ്ടാണ് ഉപയോഗിച്ചത്. ആ കുട്ടികൾക്ക് അത് ഫീലിംഗ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇത്തരം സംരംഭങ്ങളൊക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് നല്ല പ്രതിഫലാർഹമായ സംഭവമായി സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥിനികളാണ് യൂണിഫോമിൽ അവിടെ നിങ്ങൾക്ക് വളണ്ടിയർമാരായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക് സെന്ററിന്റെ ഇപ്പോഴുള്ള നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് അൽഹംദുലില്ലാഹ് വലിയ മാറ്റം. ഞാനിത് പറയുമ്പോൾ ദീന് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ ഓർമ്മിക്കുകയായിരുന്നു. ഇന്നലെ ഉസ്താദ കാര്യങ്ങൾ പറഞ്ഞതാ. അൽഹംദുലില്ലാഹ് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അവർ പറയാ, ഞങ്ങളൊക്കെ എന്നോട് 1-2 രക്ഷിതാക്കൾ പറഞ്ഞു, ആത്മാർത്ഥമായി എണീക്കാൻ വളരെ വൈകി എണീക്കുന്നവരാ, സുബൈ ബാങ്ക് കൊടുത്തിട്ടൊക്കെ ഞങ്ങൾ എണീക്കല്, പക്ഷെ കുട്ടി എണീക്കണ കാണുമ്പോൾ നമ്മൾ എങ്ങനെ എണീക്കാതൊക്കെ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞത് നമ്മളെ ഈ പഠിക്കുന്ന മക്കളിൽപ്പെട്ട 1-2 അമ്മമാരാ.
അങ്ങനെ എത്ര അൽഹംദുലില്ലാഹ് കുടുംബത്തിന് വലിയ മാറ്റങ്ങളാ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ പ്രാവശ്യം ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അടുത്ത പ്രാവശ്യത്തെ അഡ്മിഷൻ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നമുക്ക് സ്ട്രിക്റ്റ് ആക്കിയിട്ട് അത്യാവശ്യം നല്ല പഠിക്കുന്ന മക്കളെ തന്നെ നമ്മൾ നേരത്തെ പ്രചാരണം ചെയ്ത് മുസ്തഫ ഹുദവി ഉസ്താദ് അതിന് നേരത്തെ തന്നെ ഇറങ്ങും. അത് ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ നാട്ടുകാരോട് പറയാം. വിദേശത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് പുറത്തുള്ള കുട്ടികൾ വരുന്നതിനേക്കാൾ നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള വിദ്യാർത്ഥിനികൾക്ക് സീറ്റ് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഇത് മാറാൻ വേണ്ടി കഴിയണം. നിങ്ങൾ കേട്ടോ, എസ്കെഎസ്എഫിന്റെ നമ്മുടെ ഒരു ഇബാദിന്റെ മീറ്റിംഗിൽ ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടത് ഭയങ്കര ബേജാറോടുകൂടിയാ നമ്മൾ കേട്ടത്. അഥവാ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള എഞ്ചിനീയറിംഗിന് വേണ്ടി പഠിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാപനം പെൺകുട്ടികളുടെ ഗേൾസ് ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഒന്നല്ല രണ്ടല്ല ഒരു പോങ്ങ കണക്കിന് കിട്ടിയത് ഗർഭനിരോധന ഗുളികകളാണ്. പെൺകുട്ടികളുടെ ഗേൾസ് ഹോസ്റ്റലിൽ അതിന്റെ കൂടെ നാർക്കോട്ടിക്സ് എന്ന് പറയുന്ന മദ്യം, മയക്കുമരുന്ന്, അതിന്റെ വലിയൊരു ശേഖരം പിടികൂടി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ വിശ്വസ്തയോടുകൂടി മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സഹോദരൻ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. അവിടേക്ക് ഇത് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതാ ഫഷൽ ഹുബുസ്, ഈ ഹുബുസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫഷയായിക്കൊണ്ട് അതിങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുമെന്ന അന്ത്യനാൾ വരുമ്പോൾ അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോ ഈ മഹത്തായ സ്ഥാപനം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന ഈ മഹിതമായ പാടത്ത് മണ്ണിട്ട് നിരത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ചെറിയ സ്ഥാപനമായി നമ്മൾ കണ്ടത് ഇൻഷാ അല്ലാഹ് ഒരു 10-15 വർഷത്തിനുള്ളിൽ ഒരു 2000, 1500, 2000 മക്കളൊക്കെ പഠിക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയമായി ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റുമെന്നതിൽ നമുക്ക് സന്ദേഹമില്ല. അല്ലാഹു തആല നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറം അതിനെ വിജയിപ്പിക്കുമാറാകട്ടെ. ഉച്ചൈസ്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വിജയ പാത അല്ലാഹു തആല വിശാലമാക്കി തരുമാറാകട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ആ മക്കൾ, അതിൽ പഠിക്കുന്ന 2 കുട്ടികൾ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് ഇപ്പോ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 മക്കൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അവർ മനഃപ്പാഠമാക്കുന്ന ഇഫ്ള് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽ ബഖറ അതിൽ നിന്ന് 2-3 ജുസ് ഇപ്പൊ കഴിഞ്ഞു. ആരായത്? നമ്മളൊക്കെ പുറത്ത് ഇങ്ങനെ രാവിലെ മുതൽ നമ്മുടെ ഒരു പക്ഷേ മദ്രസ പോലും 6ാം ക്ലാസ് 7ാം ക്ലാസ് എന്ന് നിർത്തിയിട്ടുണ്ടാവും. മെൻസസിന്റെ പേര് പറഞ്ഞ് മുസാഫ് തൊടാൻ പറ്റൂല എന്നുള്ള പേര് പറഞ്ഞിട്ട്. എന്നാൽ നമ്മുടെ ആ കുട്ടികൾ മദ്രസയിൽ പോകുന്നവരാ. മദ്രസയിൽ പോകുന്നുണ്ടവർ, അവർക്ക് ടൈമില്ല. 8-8:30 മണി വരെ മദ്രസയാ. 8:45 വിരിപ്പാടത്ത് ഞങ്ങളുടെ ക്ലാസ് തുടങ്ങും. 3:30 വരെ ഞങ്ങൾക്ക് ക്ലാസ്സാ. അത് കഴിഞ്ഞ് ഹിഫ്ള, അത് കഴിഞ്ഞ് 6 മണി മഗ്രിബായി. അപ്പോഴേക്ക് പഠിക്കാനുള്ളതായി. അപ്പോഴേക്ക് മദ്രസയിലും നോക്കണം, കോളേജിലും നോക്കണം. അപ്പോഴേക്ക് രാവിലെ പിന്നെയും വരാനായി. ഈ സമയത്തിനിടക്ക് തുടങ്ങി 4-5 മാസമായപ്പോഴേക്ക് പരിശുദ്ധ ഖുർആൻ ഷരീഫ് അൽഹംദുലില്ലാഹ് സ്വന്തമായി ഞങ്ങൾക്കിത് പഠിക്കണോ, അതുകൊണ്ടാണ് ഈ സ്ഥാപനം തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അവർക്ക് എത്രയും വേഗം പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി ഹാഫിളീങ്ങളായി ഇറങ്ങാൻ അല്ലാഹു തആല വേഗം അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിനി +1 അൽഹംദുലില്ലാഹ് അവർക്ക് പ്രസംഗമുണ്ട്, എഴുത്തുണ്ട്, അവർക്ക് സ്വഭാവ സംസ്കരണ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ട്. എല്ലാം ഞങ്ങൾ വേണ്ട പോലെ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ സമാപന വേദിയിൽ ബഹുമാനപ്പെട്ട സംസാറുൽ ഹഖ് ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദ്, ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പോലെയുള്ള വലിയ നേതാക്കന്മാർ, ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സദസ്സിൽ വെച്ച്, ആ വലിയ സദസ്സിൽ വെച്ച് നമ്മുടെ വിദ്യാർത്ഥിനി ഇൻഷാ അല്ലാഹ് അവളുടെ കൈത്തുമ്പിൽ ചലിച്ച പേന പരിശുദ്ധ ഹബീബിനെ കുറിച്ചുള്ള പ്രണയത്തിന്റെ കാവ്യം, പരിശുദ്ധമായ കഅബാലയത്തെ കുറിച്ച്, അതുപോലെ തന്നെ ഖബറിനെ കുറിച്ച്, ജീവിതത്തിന്റെ അന്തരംഗങ്ങളെ കുറിച്ചുള്ള 60 പേജോളം വരുന്ന ഇൻഷാ അല്ലാഹ് ഗ്രന്ഥം പ്രകാശിതമാവുകയാ. അല്ലാഹു തആല പൂർവോപരി വിദ്യാഭ്യാസവും സംസ്കാരവും ഉന്നതിയും ആ കുട്ടിക്കും അവരുടെ കൂടെ പഠിക്കുന്ന +1 മറ്റു വിദ്യാർത്ഥിനികൾക്കും ഇനി ഇൻഷാ അല്ലാഹ് വെരിപ്പാടം ഇസ്ലാമിക് സെന്ററിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും അല്ലാഹു തആല പൂർവോപരി പുരോഗതി പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ. ഒരു +1 പഠിക്കുന്ന കുട്ടിയുടെ ഗ്രന്ഥം പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആത്മാഭിമാനമല്ലേ? ഒരു പത്രത്തിൽ ഒരു ചെറിയ കുറിപ്പ് വരുമ്പോഴേക്ക് ആശ്ചര്യപ്പെടുന്ന ആളുകളെ നമ്മള്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ഈ സ്ഥാപനത്തെ ഇനിയും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തുമാറാകട്ടെ എന്നാണ് നിങ്ങളോടൊക്കെ പറയാനുള്ള. നാട്ടുകാരോട് പറയാ,
ഇപ്പം SLC പഠിക്കുന്ന മക്കളുടെ സീറ്റ് അടുത്ത പ്രാവശ്യത്തേക്ക് നിങ്ങൾ ഉറപ്പിക്കുക. കാരണം അവിടെ ചെറിയ സംവിധാനമേ ഉള്ളൂ. അതനുസരിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം കുട്ടികൾ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 10-40 ആകുമ്പോഴേക്ക് ഏറ്റവും നല്ല മാർക്കുള്ള, കാരണം അത്രയും പഠിക്കാനുണ്ട്, അവർക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. ഖുർആൻ ഉണ്ട്, തഫ്സീർ ഉണ്ട്, ഹദീസ് ഉണ്ട്, ഫിഖ് ഉണ്ട്, ഒരുപാട് വിഷയങ്ങൾ അവർ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ദീനി ചിട്ട അവരുടെ വേഷം കണ്ടില്ലേ, അൽഹംദുലില്ലാഹ് ഇസ്ലാമിക വേഷമാ. ആ കോലത്തിൽ നമ്മുടെ ഈ നാടിന്റെ യശസ് ഉയർത്താനായി വിദ്യാർത്ഥിനികൾ ഇവിടുത്തെ സ്ത്രീ വീടിന്റെ വിളക്കാണ്. ആ കോലത്ത് അവർ തിളങ്ങണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള ഇവിടെയുള്ള SLC 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, അതുപോലെ +1 +2 വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നാളെ രാവിലെ നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു വലിയ വിദ്യാഭ്യാസ സെമിനാർ നടക്കുന്നുണ്ട്. ഇനി വേറെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകുന്നതല്ല. മുഴുവൻ ആൺകുട്ടികളുമായ പെൺകുട്ടികളുമായ കുട്ടികൾ അതിൽ സംബന്ധിക്കണം. അവരുടെ രക്ഷിതാക്കളും വരണം. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് എടുക്കുന്ന ആൾ ഇന്ന് തളിപ്പറമ്പിലെ സർ സയ്യിദ് കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ അബ്ദുൽ അസീസ് സാറാണ്. വളരെ പ്രഗത്ഭനാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ട, രക്ഷിതാക്കൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും, കാരണം നമ്മുടെ ഈ നാട് ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ട് ഒന്നുകൂടി ഉയരാനുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള തലമുറക്ക് കൂടി അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസ സെമിനാർ കൃത്യം 8:45 ആരംഭിക്കും. 9 മണിക്ക് ഇൻഷാ അല്ലാഹ് രജിസ്ട്രേഷൻ ആണ്. എല്ലാവരും വരണം. 9 മണിയോടുകൂടി രജിസ്ട്രേഷൻ ആരംഭിക്കും. മുഴുവൻ കുട്ടികളുടെയും സാന്നിധ്യം ഉണ്ടാകണം. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1 +2 വിദ്യാർത്ഥിനികളും അവരുടെ രക്ഷിതാക്കളും ഇസ്ലാമിക് സെന്ററിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് രാവിലെ നടക്കുന്ന ഈ സെമിനാറിലേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ സെമിനാറിന്റെ 2 മണിക്കൂർ സെഷൻ കഴിഞ്ഞാൽ മുഹമ്മദ് വാഫി വിളയിൽ എന്ന പ്രഗത്ഭനായ ജേർണലിസ്റ്റ്, അദ്ദേഹം പത്രപ്രവർത്തകനാണ്, അദ്ദേഹത്തിന്റെ ഈ പ്രാവശ്യം SLC എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലെ മക്കളുടെ പെൺകുട്ടികൾക്ക് മാത്രമായുള്ള, അവരുടെ രക്ഷിതാക്കൾക്കുമുള്ള ഒരു അര-മുക്കാൽ മണിക്കൂർ, അതിനപ്പുറമല്ല, അര-മുക്കാൽ മണിക്കൂർ മാക്സിമം പോകുന്ന മറ്റൊരു സെഷൻ കൂടിയുണ്ട്. ഈ 2 സെഷനുകളാണ് നാളെ രാവിലെ നടക്കാനിരിക്കുന്നത്. മുഴുവൻ ആളുകളുടെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി നാളത്തെ മഗ്രിബിന് ശേഷമുള്ള ഇവിടുത്തെ സെഷനിൽ നേരത്തെ പറഞ്ഞു, ബഹുമാനപ്പെട്ട നമ്മുടെ മാസാന്ത സ്വലാത്ത് മജ്ലിസും അതുപോലെ മജ്ലിസുൻ നൂറും അന്നദാനവും ഇവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് നടത്തപ്പെടുന്നത്. 10 മണിക്ക് നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതിനാൽ മഗ്രിബ് നിസ്കരിച്ച പാടെ നമ്മുടെ പരിപാടി ഇൻഷാ അല്ലാഹ് സമാരംഭം കുറിക്കും. നാളെ പെട്ടെന്ന് തന്നെ പരിപാടി തുടങ്ങുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദ്വാരക്കാൻ പോവാണ്. അതിനു മുമ്പ് നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇവിടെ പേരെടുത്ത് നമ്മൾ അനുസ്മരിക്കപ്പെടേണ്ടവരായിട്ടുണ്ട്. ഇസ്ലാമിക് സെന്ററിന്റെ മരണപ്പെട്ടുപോയ ഭാരവാഹികൾ നമുക്കറിയാം. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹ്സിൻ ശിഹാബ് തങ്ങൾ വളരെ പ്രഗത്ഭനായ ഇതിന്റെ ജീവനാഠി എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റിയ ആദ്യകാല പ്രസിഡന്റായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. അല്ലാഹു തആല അവരെ നമ്മെ നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പാപ്പ വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ വഫാത്ത് തന്നെ അത്ഭുതമാ. അതിന്റെ ഡേറ്റും അതിന്റെ സമയമൊക്കെ ചിന്തിച്ചാൽ അതിലൊരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉമ്മത്തിന് വലിയ മെസ്സേജായി അല്ലാഹു തആല നൽകുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട്ട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ നമ്മുടെ ഊർക്കട ഉസ്താദ്, ഇവരൊക്കെ നമ്മുടെ നേതൃപദവിയിലുള്ള പ്രഗത്ഭ പണ്ഡിതമതികളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബറിടം പ്രകാശിപ്പിക്കുമാറാകട്ടെ. ആഖിറം പടച്ചറബ് വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ കോടിയമ്മൽ സ്വദേശിയായ അദ്രമാൻകുട്ടിയാജി നമുക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിടം പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. ഏത് സമയത്തും നമ്മളെ കുറിച്ച് അന്വേഷിക്കും, നമ്മുടെ സെന്ററിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നയാളായിരുന്നു. അതുപോലെ MK അലവിക്കുട്ടി ഹാജി മുണ്ടുമൊഴിയിലെ ബഹുമാനപ്പെട്ടവരും നമുക്കറിയാം വളരെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളായിരുന്നു. അവരൊക്കെ ഇന്ന് നമ്മോടൊപ്പമില്ല. KPC മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള, അതുപോലെ കൊന്നക്കോട് നാമുട്ടിയാജി നേരത്തെ പറയുണ്ടായി. എപ്പോഴും ആ ഒരു ധീരത, ഇസ്ലാമിക് സെന്ററിന്റെ ആ മണ്ണ്, ആ ചെറിയ ഭൂമി അത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രയാസം നേരിട്ടപ്പോൾ ഇതിന്റെ ആദ്യ കണ്ണിയായി ഇതാ ഞാനുണ്ട്, നിങ്ങൾ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ധൈര്യം തന്നത് ഈ ബഹുമാനപ്പെട്ട കൊന്നക്കോട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ നാമുട്ടിയാജി അവറുകളാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം പ്രകാശിപ്പിക്കുമാറാകട്ടെ. ചക്കാലക്കൽ മൊയ്തീനാജി, അതുപോലെ NK അഷ്റഫ്, CK ഹൈദറാഖാനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആ കോഡിന്റെ ഒരു വലിയ വരദാനമായി. കാരണം എല്ലാ മേഖലകളിലും ഇന്ന് ഒരു ദിക്ർ നടക്കുകയാണ്, സലാത്ത് നടക്കുകയാണ്. നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, പള്ളി കമ്മിറ്റിക്കാരെ ഓർമ്മപ്പെടുത്തുന്നത്, പള്ളി മുദരിസിനെ ഖതീബിനെ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട CK ഹൈദറാഖ ആയിരിക്കും. ഇന്ന് ഹൈദറാഖ നമ്മോടൊപ്പമില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ പ്രകാശിപ്പിക്കുമാറാകട്ടെ. PC ബഷീർക്ക നമുക്കറിയാം, നമ്മുടെ വിരിപ്പാടത്ത് നമ്മുടെ എല്ലാമായി നമുക്ക് എപ്പോഴും ദീനിനു വേണ്ടി വലിയ ഹാദിമായി, മക്കൾക്കൊക്കെ വേണ്ടി ഒരുപാട്
അദ്ദേഹം ഒരുപാട് എന്താ പറയുക വിദേശത്ത് പോകുന്ന സമയത്തും അതുപോലെ തന്നെ എപ്പോഴും സെന്ററിന്റെ കാര്യം അന്വേഷിക്കുമായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങൾ തുടക്കത്തിൽ ഉണ്ടായ ആളാ, പിന്നെ രോഗം പിടിപെട്ട് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറും പ്രകാശിപ്പിക്കുമാറാകട്ടെ. അസീസാജി മട്ടന്നൂർ അച്ചിക്ക എന്ന് പറയാ, മട്ടന്നൂർ ഭാഗങ്ങളിലേക്ക് ഞങ്ങളൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ നമ്മൾ അങ്ങേയറ്റം സ്വീകരിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട ഉദവി ഉസ്താദിന്റെ നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആ വെളുത്ത് ചിരിക്കുന്ന ആ മനുഷ്യൻ, വളരെ സ്കെൽട്ടായിട്ടുള്ള മനുഷ്യൻ, അച്ചിക്ക എന്ന് പറയും. അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിന്റെ വലിയൊരു ഗുണകാംക്ഷിയായിരുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന് കൊടുക്കട്ടെ. ഖബറിൽ അല്ലാഹു അദ്ദേഹത്തിന് സുഖം പ്രദാനം ചെയ്യട്ടെ. കൊന്നക്കോടൻ കാതറാക്ക, അതുപോലെ വള്ളിക്കാട് അലവിക്കുട്ടി ഹാജി, അഹമ്മദ് കുട്ടി മുസ്ലിയാർ, PK മുഹമ്മദ് ഹാജി കരിമ്പനക്കൽ, അതുപോലെ നമ്മുടെ മുള്ളമടക്കൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ, ഇവരൊക്കെ തന്നെയും നമുക്ക് പേരെടുത്ത് പറയേണ്ട നമ്മുടെ ഗുണകാംക്ഷികളും ഈ സ്ഥാപനത്തിന് ഏറ്റവും ബന്ധപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമാണ്. അല്ലാഹുവേ അവരൊക്കെ ചെയ്ത നിസ്വാർത്ഥ സേവനം നിനക്കറിയാലോ. യാ അല്ലാഹ്, അല്ലാഹുവേ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, മുറിയാത്ത കൂലി. ഇത്തരം ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയവർക്ക് നീ ഓഫർ ചെയ്തത് നിന്റെ ഖുർആനിൽ ഞങ്ങൾ വായിക്കുന്നു. അല്ലാഹ്, നീ ഈ മഹാന്മാർക്കൊക്കെ കൊടുക്കണേ തമ്പുരാനെ. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർ മരിച്ചാലും അവരുടെ ഖബറിടങ്ങളിലേക്ക് ഈ സുഹൃതം എത്തുമെന്നല്ലേ നിന്റെ ഖുർആൻ ഞങ്ങളോട് വാക്ക് തന്നത്. അല്ലാഹുവേ, ആ വഅദ നീ നിറവേറ്റി തരണേ. അല്ലാഹുവേ, നീ നിറവേറ്റി തരണേ തമ്പുരാനെ. ഇനി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ കൊടുക്കണേ. അല്ലാഹുവേ, സർവസ്വം മറന്ന് ഇതാ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പലപ്പോഴും മട്ടന്നൂർ കണ്ണൂർ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പൊ പെരിങ്ങത്തൂരിൽ തന്നെ വിളിച്ചു, അതുപോലെ ഇന്ന് കടവത്തൂരിൽ തന്നെ വിളിച്ചു. ആ സമയത്തൊക്കെ തന്നെ പലപ്പോഴും ഉദവി ഉസ്താദിന് പകരം മറ്റുമൊക്കെ ആയിട്ട് ഉദവി ഉസ്താദിന്റെ ഹാദിമായി പലപ്പോഴും ആ ഭാഗങ്ങളിലൊക്കെ ചിലപ്പം ഈ വിനീതനും പോകാറുണ്ടല്ലോ. അതിന്റെ ബന്ധത്തിലും മറ്റുമൊക്കെയായി നമുക്ക് നല്ല ഒരു കണക്ഷൻ അവിടെ ഉള്ളതിന് അവരൊക്കെ വിളിച്ചപ്പം പറയാ, 5-ാം തീയതി അല്ലേ നമ്മുടെ സമാപനം, അവർക്കെന്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആക്കോട് തന്നെ. ഇത്രയും ദൂരമുള്ള ആളുകൾ ഇന്നലെ ബാംഗ്ലൂരിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മട്ടന്നൂർ ഈ പ്രദേശം മൊത്തം ആക്കോട് എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. ഒരുപാട് അപ്പുറമുള്ള ഇരട്ടി ഇന്നലെ പ്രിയപ്പെട്ട റാഷിദ് ഉദവി ഉസ്താദിനെ വിളിച്ചപ്പം അവരും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഈ മഹത്തായ സ്ഥാപനത്തോടുള്ള മനസ്സ് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ആത്മസമർപ്പണമാണ്. അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ. അപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും മരിച്ചുപോയ നമ്മുടെ നേതാക്കന്മാർക്കും ഗുണകാംക്ഷികൾക്കും ഒക്കെ തന്നെയും അള്ളാഹു അർഹമായ പ്രതിഫലം ഒരു വീട്ടിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് മുദരിസ് ഉസ്താദ് അവറുകളെ ആദര പുരസ്സരം